പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ആർക്കും ഇത് സംബന്ധിയായി ഒരു പഠനം എന്ന നിലക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ വളരെ വിശദമായി ഈ കാര്യത്തെക്കുറിച്ച് ആധികാരികമായി തന്നെ പഠനം നടത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് നമുക്ക് ഈ വിഷയം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ഏത് രൂപത്തിലുള്ള സംശയങ്ങൾക്കും നമ്മുടെ ക്ലാസ് റൂമിൽ നിവാരണമുണ്ടായിരിക്കും എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുന്നു. കാരണം ഇപ്പോ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വാട്സപ്പുകളിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കുകളിലൂടെയും ഒക്കെ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾക്കിടയിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകളുടെ കമന്റുകളൊക്കെ വായിക്കാൻ സാധിച്ചത് ശ്രീ അച്യുതാനന്ദനും അതുപോലെ തന്നെ സത്യക്രിസ്ത്യാനിയായ മാണിയും അതുപോലെ മാർത്തോമക്കാരനായ ഉമ്മൻചാണ്ടിയുമൊക്കെ ഈ കൊളുത്തുന്നതിൽ ഒരു ഹൈന്ദവതയും കണ്ടിട്ടില്ല എന്ന്. അവരാരും ഹൈന്ദവാചാരമൊന്നും അവർ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ സമസ്ത കണ്ടു എന്നൊക്കെ ചില ആളുകൾ ചില ചോദ്യം ചെയ്യുന്ന രൂപത്തിലൊക്കെ ചില പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ അല്പായുസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ചില തിരികളൊക്കെ കൊളുത്തുമ്പോൾ ചില വെളിച്ചം വീശുമെന്നും വെളിച്ചം വീശുന്നതൊക്കെ അപകടകരമാണെന്നും അതുകൊണ്ട് പെട്ടെന്ന് തിരിയണക്കുന്നതാണ് നല്ലത് എന്ന കമന്റുകൾക്കൊക്കെ ശേഷം ചില പോസ്റ്റുകളൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിലും ചില വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ടതൊക്കെ സത്യത്തിൽ കുവൈത്ത് കരാറ് വിശദീകരിച്ച് ഏപ്പിക്കാർ കുടുങ്ങിയതുപോലെ ആയിട്ടുണ്ട് എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഇന്ന് വാട്സപ്പിലൂടെ ഒരാൾ ഇപ്പോ ചോദിക്കാൻ പറഞ്ഞൊരു ചോദ്യം, ഇതുപോലെ ഒരു FB ഫത്വയിൽ ഒരു ഫേസ്ബുക്ക് മുഫ്തിയുടെ ഒരു ഫത്വയിൽ കാണാൻ കഴിഞ്ഞതാണ്. കേരളീയ സമൂഹം പഴയ കാലത്ത് ആരാധനാലയങ്ങളെയും പണ്ഡിതരെയും കേരളീയ സമൂഹം പഴയ കാലത്ത് ആരാധനാലയങ്ങളെയും പണ്ഡിതരെയും പരിശുദ്ധാത്മാക്കളെയും നിലവിളക്ക് കത്തിച്ച് ബഹുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമാണ് പള്ളികളിലും അക്ബറുകളിലും നിലവിളക്കുകൾ കത്തിക്കപ്പെട്ടത്. മുസ്ലിം കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സമൂഹമായിരിക്കും അവരുടെ ഇപ്പോൾ പണ്ഡിതന്മാരും പരിശുദ്ധാത്മാക്കളെയും ഒക്കെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലൊക്കെ വരിക. അതുകൊണ്ടാണ് പള്ളികളിലും മക്ബറയിലും എന്ന് വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെ പള്ളികളിലും മക്ബറകളിലുമൊക്കെ ഇത് വരാൻ കാരണം മുസ്ലിം പണ്ഡിതന്മാരെ, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളെ, അതുപോലെ തന്നെ വലിയ വലിയ ആരാധനാലയങ്ങളെ, ഇവരെയൊക്കെ അതുപോലെ തന്നെ വലിയ ആലിമീങ്ങളെയൊക്കെ കേരളത്തിലെ കേരളീയ മുസ്ലിം സമൂഹം നിലവിളക്ക് കത്തിച്ച് ആദരിച്ചിരുന്നോ, ബഹുമാനിച്ചിരുന്നോ? അതിന്റെ വിധി എന്താണ് എന്നൊരു ചോദ്യം നമ്മളെ വാട്സപ്പിലൂടെ ഒരു ആൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി അദ്ദേഹം റേഡിയോയിൽ കേൾക്കുന്നുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദ് ആ മറുപടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളീയ സമൂഹം പരമ്പരാഗതമായിട്ട് ആരാധനാലയങ്ങളെയും പണ്ഡിതന്മാരെയും നിലവിളക്ക് കൊളുത്തി ആദരിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നിലവിളക്ക് കൊളുത്തി ആദരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വരുന്ന സമയത്ത് നിലവിളക്ക് കൊളുത്തിയാണ് അങ്ങനെ ഒരു ആദരവിന്റെ ഒരു കാര്യം നടന്നിരുന്നോ? ആരാധനാലയങ്ങളെ അഥവാ മസ്ജിദുകളെ ഇവിടെ വിളക്ക് കത്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? മസ്ജിദുൻ നബവി വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചുന്നുണ്ട്. വിളക്കുകളെ കൊണ്ട് അലങ്കരിക്കാറുണ്ട് അല്ലേ? വിളക്ക് ദീപങ്ങളെ കൊണ്ട് അലങ്കരിക്കും, ദീപാലങ്കാരം, അങ്ങനെ തസ്യീൻ ചെയ്യാറുണ്ട്. ആ രൂപത്തിലുള്ള അലങ്കരിക്കുന്നതും അതുപോലെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്കരിച്ചുകൊണ്ടുള്ള പള്ളികൾക്കൊക്കെ നടത്തിയിട്ടുണ്ട്, അത് ശരിയാണ്. ആ പറഞ്ഞ് ആരാധനാലയങ്ങൾക്ക് അവയെ വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ച് ആദരിച്ചിട്ടുണ്ട്. അലങ്കരിക്കുമ്പോ തന്നെയാണ് ആദരിക്കലുണ്ടാകുക.
അല്ലാതെ പിന്നെ വൃത്തികേടാക്കിക്കൊണ്ട് ആദരിക്കലുണ്ടാവില്ലല്ലോ. അലങ്കരിക്കുന്നത് അലങ്കരിച്ചുകൊണ്ടുള്ള അലങ്കരിക്കുക എന്നുള്ളത് ഒരു ആദരവിന്റെ ഭാഗമാണ്. തഅ്ലീമിന്റെ ഒരു ഭാഗമാണ് തസീൻ എന്ന് പറയുന്നത്, അലങ്കരിക്കുക എന്ന് പറയുന്നത്. അതേ സമയത്ത് ഒരു പണ്ഡിതനിങ്ങനെ കടന്നു വരുന്ന സമയത്ത് ദീപം കൊളുത്തിക്കാണ്ടുള്ള ആദരവ്, അങ്ങനെ ഒരു മനുഷ്യന് ദീപം കൊളുത്തി ആദരിക്കുക എന്നുള്ള ഒരു ഏർപ്പാടുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് നമുക്കറിയില്ല കേട്ടോ. കിതാബുകളിലൊന്നും കാണുന്നില്ല, ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നില്ല, എവിടെയും കണ്ടിട്ടില്ലല്ലോ. പിന്നെ എന്താ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? പിന്നെ പൊന്നാനി മഹദൂമിങ്ങൾ വിളക്കിരുത്തിരുന്ന് ഓതിയത് പോലെ ആദരിക്കാൻ വേണ്ടി വിളക്ക് കത്തിച്ചൊന്നുമല്ല. അവിടെ ഇൽമു പഠിക്കുക എന്നുള്ളത് ഇൽമു പഠിക്കാൻ വേണ്ടി വിളക്കിന്റെ പരിസരത്തിരുന്നതാണ്. ആ ചരിത്രം ഇന്നും നിലനിർത്തുവാൻ വേണ്ടി ആ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ഫദക്കിറുബി അയ്യാമില്ലാതല്ലേ. ചരിത്ര സംഗതികളെ തെതുക്കുകയും ചെയ്തു കൊടുക്കണം. അവിടെ ഒരു വിളക്കിങ്ങനെ വെച്ചതുകൊണ്ടാണ് ഓർമ്മയില്ല. അവിടെ വിളക്കിങ്ങനെ കത്തുമ്പോ നമ്മളെ ദൃഷ്ടിയാണ് പതിയും. എന്തിനാണ് ഈ വിളക്ക് കത്തിയത് എന്നുള്ള ചോദ്യം വരും. അത് ഒരുപക്ഷെ നമ്മൾ നാവുകൊണ്ട് ചോദിക്കും, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചോദിക്കും. നാവുകൊണ്ട് ചോദിച്ചാൽ കേട്ടാണ് മറുപടി അറിയും, മനസ്സുകൊണ്ട് ചോദിച്ചാൽ നമ്മൾ തന്നെ സ്വയം മറുപടി കണ്ടെത്താൻ ശ്രമിക്കും. ഇതുപോലെയുള്ള വിളക്കത്തിരുന്നു കൊണ്ടാണ് പൊന്നാനിയിലുള്ള മഖദൂമികൾ പഠിച്ചതെന്നും അതാണ് കേരളീയ സംസ്കൃതിയുടെ അസ്ഥിവാരമിട്ട മഹാചരിത്രമെന്നും നമുക്ക് ഓർമ്മ വരും. അങ്ങനെ ഓർമ്മപ്പെടുത്താൻ ആവശ്യമായ തെതുക്കീറിന്റെ ഭാഗമായിട്ടുള്ള വിളക്ക് കത്തിക്കൽ അത് നടത്താം. എന്നതുപോലെ ഒരു വലിയനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി, ഒരു വലിയനെ ആളുകൾ ബഹുമാനിക്കാൻ വേണ്ടി വിളക്ക് കത്തിക്കുക എന്നുള്ള ഒരു ഉർഫ് മഖാമുകളിൽ നടക്കുന്നുണ്ട്. അത് ഈ വിളക്ക് കത്തിച്ചുകൊണ്ട് ബഹുമാനിക്കുക എന്നുള്ളതല്ല. നല്ലോണം മനസ്സിലാക്കണം. വിളക്ക് കത്തിച്ചുകൊണ്ട് ബഹുമാനിക്കുക എന്നുള്ളതും ജനങ്ങളാൽ ബഹുമാനം ഉണ്ടാവാൻ വേണ്ടി വിളക്ക് കത്തിക്കുക എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായ ദഖീഖായ ഫർഖാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ വാക്കുകൾ ഒരുപോലെയാണെന്ന് തോന്നും, പക്ഷെ അതിലടങ്ങിയ ആശയം ഒരുപാട് വ്യത്യാസമുണ്ട്. വിളക്ക് കത്തിച്ചുകൊണ്ടുള്ള ബഹുമാനിക്കുക എന്ന് പറയുന്നതും ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ ഒരാളെ കാണുമ്പോൾ, ഒരു വലിയ കാര്യപ്പെട്ട ഒരാളെ നമ്മൾ കാണുമ്പോൾ, ഒരു മഹാനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റുന്നു. അതാ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അയാളെ ബഹുമാനിക്കാം. അതേ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിന്നത് നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ എഴുന്നേറ്റ് നിന്നാൽ ആളുകൾ ബഹുമാനിക്കും. ആളുകൾ ബഹുമാനിക്കും. അങ്ങനെ ചിലപ്പോൾ ചില സംഗതികളൊക്കെ ചെയ്യാറുണ്ട്. ചില ആളുകൾ ബഹുമാനപ്പെട്ട ശംസുല്ലുലമയുടെയൊക്കെ ചരിത്രത്തിൽ കാണാനോ, ശംസുല്ലുലമ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ വരുന്ന സമയത്തൊക്കെ വളരെ ബഹുമാനം കൊടുത്തിരുന്നു. അതിന് രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്ന്, ശംസുല്ലുലമ തന്നെ ശിഹാബ് തങ്ങളെ ബഹുമാനിക്കുകയാണെന്നത്. രണ്ട്, ശംസുല്ലുലമയുടെ പ്രവൃത്തി കാണുമ്പോൾ മറ്റുള്ള ആളുകൾ ബഹുമാനം കൊടുക്കുകയാണെന്നത്. ഈ രണ്ടാമത് പറഞ്ഞ ആശയം അതാ, ജനങ്ങളാൽ ബഹുമാനം കിട്ടാൻ വേണ്ടി, ജനങ്ങളാൽ ഈ വലിയനെ തിരിച്ചറിയാൻ വേണ്ടി, ജനങ്ങളാൽ ഈ വലിയന്റെ ഖബറിനെ അനാഥയാക്കാൻ പാടില്ലെന്ന് വരുത്താൻ വേണ്ടി, ജനങ്ങളാൽ ഈ വലിയന്റെ ഖബറിനെ അപമാനപ്പെടുത്താൻ പാടില്ലെന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു സിഗ്നൽ, ഒരു അടയാളപ്പെടുത്തൽ എന്ന വിധത്തിലാണ് കത്തിക്കുന്നതെങ്കിലോ അതാണ് പരമ്പരാഗതമായിട്ട് നമ്മുടെ മഖാമുകളിലൊക്കെ നടന്നു പോരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ആ വിഷയത്തിന് പരിഹാരമായി എന്നാണ്. അല്ലാതെ ആദരവ് എന്ന ശൈലിയിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് ആവുമ്പോ കുഴപ്പമില്ല എന്ന് ഒരു മറുപടി പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഹൈന്ദവതയുടെ ആചാരമായ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് ഒരു ആദരവ് എന്ന വിധത്തിലാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളിടത്തേക്ക് വരും. അതാണെങ്കിലോ ഫുഖഹാ ഈ വിഷയത്തിൽ എടുത്ത നിലപാടിന് വിരുദ്ധമാണ്. അഥവാ ഫുഖഹാ ഒരു വിഷയത്തിൽ മുത്ലഖായ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അന്ന ഇത്ലാഖാത്തിൽ ഫുഖഹാഇ മുനസ്സലത്തുൻ മൻസിലത തസ്രീഹിഹിം, അതല്ലെങ്കിൽ അന്നൽ ഫുഖഹാഇ ഇദാ അത്ലഖൂ ثم قيد بعضهم فالمعتمد الإطلاق അല്ലെങ്കിൽ فالمؤول والإطلاق. ഫുഖഹാക്കൾ നിരുപാധികമായ ഒരു വിഷയത്തിന് നൽകപ്പെട്ട മതവിധി അത് അങ്ങനെ തന്നെ നിർത്തണം എന്നാണ് കർമ്മശാസ്ത്രത്തിന്റെ ഉസൂല്. അതിന് വിരുദ്ധമായിട്ട് നമ്മളൊന്നും പറയാൻ പോവേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പറയേണ്ടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മഖാമുകളിൽ കത്തിക്കപ്പെടുന്ന വിളക്കും ഉദ്ഘാടന ചടങ്ങുകളിൽ നിർവഹിക്കപ്പെടുന്ന കൊളുത്തലും
ഒരുപോലെയാണ്, ഒന്നാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അത് രണ്ടും ഒന്നാക്കാൻ കഴിയില്ല, ഒന്നായിട്ട് മനസ്സിലാക്കാൻ ആവശ്യമില്ല എന്ന് എം അക്ബറിന്റെ ക്ലിപ്പിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട സ്ഥിതിക്ക് പിന്നെ ഈ വഹാബിസം എന്തെങ്കിലുമൊക്കെ പറയുന്നു വിചാരിച്ചാൽ നമ്മളെന്തിനാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത്? അതിനാവശ്യമില്ല എന്നാണ് ആ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി എന്ന് മാത്രമാണ് ഇപ്പോ പറയാൻ ഉദ്ദേശിച്ചത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എം.ടി. തരീം ഉസ്താദ്, എന്റെ സംശയം അമുസ്ലിമങ്ങളുടെ പ്രത്യേക ആഘോഷമായ ഓണം പരിപാടി പോലെയുള്ള വിഷയങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ പാടില്ല എന്നതാണല്ലോ നിയമം. എന്നാൽ മുസ്ലിം സംഘടനകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓണക്കിറ്റ് വിതരണം, അതിന്റെ ശർഈയായ വിധി എന്താണ് എന്നൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓണം എന്നുള്ളത് ഒരു അമുസ്ലിം ആഘോഷമാണ് എന്നതാണല്ലോ ശരി. ആ സ്ഥിതിക്ക് ഓണക്കിറ്റ് എന്ന് പറയുന്ന ആ റിലീസ് പ്രവർത്തനം പാടില്ലാത്തതാണ് എന്നാണ് മതവിധി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഇവിടെ ഒരവസ്ഥ, അതായത് ആലിമ്യങ്ങള് പ്രതിദാനം ചെയ്യുന്ന ഒരു മുഷാവറ കൂടിയിട്ട് നിലവിളക്ക് വിഷയത്തില് ഉദ്ഘാടനത്തിന് നിലവിളക്ക് കത്തിക്കാം എന്നുള്ളൊരു അഭിപ്രായം തീരുമാനം എടുക്കുകയുണ്ടായി. അത് സമസ്തക്ക് അതിലെന്താണ് അഭിപ്രായം എന്നുള്ളത് പറഞ്ഞു. ആ ചോദ്യത്തിലൊരു എന്താണ് പറഞ്ഞതെന്ന് ശരിക്കും കേട്ടില്ല. ഇത് ചോദിച്ചതാരാ? ഫസൽ ഫാസുമാണോ ചോദിച്ചത്? ചോദിച്ചതാരാ? ഫസലാണോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല നിങ്ങൾ? ഹലോ, കട്ടായ ഫൈസലാണ് ചോദിച്ചത്. ഫൈസൽ, നിങ്ങൾ ഒന്നുകൂടി ആ ചോദ്യം ആവർത്തിക്കും. കാരണം എന്താ വെച്ചാൽ എന്തോ ഒരു കരകരകരാന്നുള്ള വെച്ചാൽ പോലെ തോന്നിയത്. ഫൈസൽ, ആ ചോദ്യം ഒന്നുകൂടി പറയും. അത് ഞാന് പറഞ്ഞത്, ഇവിടെ കേരളത്തിലൊരു എഫിന്റെ ഒരു സമസ്ത എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഫത്വ പ്രവർത്തിച്ചു. നിലവിളക്ക് വിഷയത്തില് ഉദ്ഘാടനങ്ങൾക്കൊക്കെ നിലവിളക്ക് കത്തിക്കാം എന്നുള്ളത്. അപ്പൊ അവര് പറയുന്ന ആലിമങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഒരു മുഷാവറയാണ് അവരത് എന്നുള്ളതാണ്. പക്ഷെ അത് സമസ്തക്ക് അതിലുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ചോദ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിഷയത്തിൽ സമസ്ത മുഷാവറ കൂടിയിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. അതേ സമയത്ത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, കോയക്കുട്ടി ഉസ്താദ്, ഇവർ രണ്ടുപേരുമാണ് ഈ വിഷയത്തിൽ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. അത് ഒരു സമസ്ത മുഷാവറയുടെ ഔദ്യോഗിക തീരുമാനം എന്ന വിധത്തിൽ വന്നിട്ടില്ല. അതേസമയത്ത് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെയും ചെറുശ്ശേരി ഉസ്താദിന്റെയും പ്രസ്താവനയാണ്. AP സുന്നികളുടെ പ്രസ്താവന പറ്റി എന്താണെന്നാണോ ചോദ്യം? AP സുന്നികളോട് സമസ്ത മുഷാവറയില് എന്തൊക്കെ പറയുകയും ആ സമസ്ത മുഷാവറയിൽ അവര് പിന്നെ അവരുടെ മുഷാവറ പരസ്യമായ മുഷാവറയായിരുന്നല്ലോ. ക്ലിപ്പൊക്കെ ഇറക്കിയിട്ട് ഒരാൾ ചോദിക്കുന്നു, കാന്തപുരം മറുപടി പറയുന്നു. അങ്ങനെ ഉള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായല്ലോ ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച. അതേ പറ്റിയാണോ ചോദ്യം? ക്ലിപ്പ് മുഷാവറ. ഫൈസൽ, യെസ്. അതിനെപ്പറ്റി എന്താണ് ചോദ്യം? ഏപിക്കാര മുഷാവറയിൽ നടന്ന തീരുമാനത്തെ പറ്റി എന്താണ് ചോദ്യം? എന്താണ് അതിലുള്ളത്? അതിലെന്താണ് ചോദ്യം അടങ്ങിയിട്ടുള്ളത്? ആ ക്ലിപ്പ് മുഷാവറയിൽ ക്ലിപ്പ് ആ ചോദ്യം അബൂ റാഷിദ് ആ ചോദ്യം കേട്ടിട്ടെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കുക. എനിക്ക് ഈ ഫൈസലിന്റെ ശബ്ദം എന്താണെന്നറിയില്ല, ഒരു കരകരയായിട്ടാണ് എന്റെ സിസ്റ്റത്തിൽ കേൾക്കുന്നത്.
ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അയാളെ ചോദ്യം എനിക്ക് മനസ്സിലായത് AP മുഷാവറയിൽ അവര് നിലവിളക്ക് കത്തിക്കാം എന്ന തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമസ്തയുടെ നിലപാട് ആ വിഷയത്തിൽ എന്താണ് എന്ന്, അവർക്ക് അങ്ങനെ നിലവിളക്ക് കൊളുത്തുന്നതിന്റെ കുഴപ്പമില്ല എന്നാണ് അവർ തീരുമാനിച്ചത് എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞത് ഞാൻ ആ ഒരു മുഷാവറയിൽ നിന്ന് കേട്ടതല്ല, അദ്ദേഹം സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അവരുടെ മുഷാവറയിൽ അവർ തീരുമാനം എടുത്തിട്ടുണ്ട് എന്ത്, നിലവിളക്ക് കൊളുത്തുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥമായ സമസ്തയുടെ അത് അങ്ങനെ തന്നെയാണ് SIR അടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ സമസ്തയുടെ ആ വിഷയത്തിൽ നമ്മുടെ സമസ്തയുടെ അഭിപ്രായം എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. AP മുഷാവറിന്റെ ഈ വിഷയത്തിലുള്ള അവരുടെ തീരുമാനം അങ്ങനെയല്ല. എന്റെ അടുക്കലുള്ളത് അവരുടെ സിറാജ് പത്രത്തിന്റെ കട്ടിംഗ് ആണ് എന്റെ കയ്യിലുള്ളത്. അതിലവർ കൊടുത്തത് നിലവിളക്ക് കൊളുത്തുന്നത് അനിസ്ലാമികം സമസ്ഥാന മേനോൻ ബ്രാക്കറ്റിൽ നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ. നിലവിളക്ക് കൊളുത്തുന്നത് അനിസ്ലാമികം എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന് പറഞ്ഞാൽ മേനോൻ ബ്രാക്കറ്റിൽ കോഴിക്കോട്. നിലവിളക്ക് ഇസ്ലാമിക സംസ്കാരമല്ലെന്നും എന്തായി പറയുന്നത്, നിലവിളക്ക് ഇസ്ലാമിക സംസ്കാരമല്ല. നിങ്ങൾ നോക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ സമസ്തയുടെ ഉസ്താദുമാരുടെ ഒന്ന് വായിച്ചുതരാം. സമസ്തയുടെ ഉസ്താദുമാർ പറഞ്ഞത് നിലവിളക്ക് കൊളുത്തൽ എന്നുള്ള വാക്കാണ്ടോ, നിലവിളക്ക് കത്തിക്കലിനല്ല. കൊളുത്തൽ എന്ന് പറയുമ്പോ തന്നെ അത് ഹൈന്ദവരുടെ പ്രത്യേക ആചാരത്തിലേക്ക് സൂചന കൊടുക്കുന്ന വാക്കാണ്. കാരണം കൊളുത്തുക എന്ന് പറയുമ്പോ ഒരു കത്തിച്ചു വെച്ച തീയിനെ മറ്റൊന്നിലേക്ക് പകർത്താനാ വരിക. അല്ലാതെ തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ട് അത് വരസി കത്തിക്കുമ്പോഴല്ല. തീപ്പെട്ടിക്കൊള്ളി വരസി കത്തിച്ച് ഒരു പിടിക്കണീനെ പറ്റി കൊളുത്തുക എന്ന് പറയില്ല. കൊളുത്തുക എന്ന് പറയുമ്പോ ഒരു കത്തി നിൽക്കുന്ന തിരിയിൽ നിന്ന് മറ്റൊരു തിരിയിലേക്ക് അതിനെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ പറ്റിയാണ് സാധാരണഗതിയിൽ. വാക്കിന് ഒരുപാട് അർത്ഥം മലയാളത്തിൽ കൊടുക്കാം. പക്ഷെ സാധാരണഗതി നമ്മളോട് ഒരു ഇസ്തേമാലിയായ അർത്ഥം ഉണ്ടാവുമല്ലോ, ആ അർത്ഥം ഞാൻ പറഞ്ഞ മനസ്സിലായെങ്കിൽ. അപ്പോ നിലവിളക്ക് കൊളുത്തൽ ഇസ്ലാമിക വിരുദ്ധം സമസ്ത കോഴിക്കോട്. മറ്റൊരു മതവിഭാഗത്തിന്റെ പ്രത്യേക ആചാരം സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇത് പറയാം, നിലവിളക്ക് കൊളുത്തൽ ഹിന്ദു മതവിഭാഗത്തിന്റെ പ്രത്യേക ആചാരമാണ്, അത് സ്വീകരിക്കൽ ഇസ്ലാമിക വിശ്വാസികൾക്ക് അനുവദനീയമല്ല. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെയാണ് സമസ്തയുടെ ഈ രണ്ട് വാചകങ്ങളാണ് സമസ്തയുടെ പ്രസ്താവനയിലുള്ളത്. അതേസമയത്ത് ഇവരുടെ പ്രസ്താവനയിലുള്ളത് ഞാൻ ഒന്നുകൂടി വായിച്ചുതരാം. നിലവിളക്ക് ഇസ്ലാമിക സംസ്കാരമല്ല. എന്താണ് പറഞ്ഞത്? നിലവിളക്ക് ഇസ്ലാമിക സംസ്കാരമല്ല. നിലവിളക്ക് എന്ന് പറയുന്നത് മനുഷ്യ സംസ്കാരമാണ്. നിലവിളക്ക് എന്ന് പറയുന്നത് മനുഷ്യ സംസ്കാരമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കമ്പ്യൂട്ടർ ഇസ്ലാമിക സംസ്കാരമാണോ? ശ്രോതാക്കൾ എന്താ പ്രതികരിക്കാത്തത്? കമ്പ്യൂട്ടർ, നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടറിന് മുമ്പിലും ലാപ്ടോപ്പിന്റെ മുമ്പിലും അതുപോലെ തന്നെ റേഡിയോന്റെ മുമ്പിലും അല്ലേ? കമ്പ്യൂട്ടർ ഇസ്ലാമിക സംസ്കാരമാണോ? അപ്പൊ ഡോൺ അടിക്കുന്നത് എന്നാ ഇസ്ലാമിക സംസ്കാരമാണോ? അനിസ്ലാമിക സംസ്കാരമാണോ? ഇസ്ലാമിക സംസ്കാരമല്ല അനിസ്ലാമിക സംസ്കാരം അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരമല്ല അനിസ്ലാമിക സംസ്കാരമല്ല പറഞ്ഞാൽ അപ്പൊ ഇജ്തിമാഉന്റെ അഖീദയിലെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം രാത്രിയല്ല പകലുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിരാന്തമല്ലാതെ ഈ സമയത്ത് രാത്രിയല്ല എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് രാത്രിയല്ല, പകലല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് പകലല്ല എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയത്ത് ഒരേ ആളുകൾക്ക് ഈ സമയത്ത് രാത്രിയല്ല പകലല്ല എന്ന് പറഞ്ഞാൽ ഇജ്തിമാഉന്റെ അഖീദയിന് മുഹാലാണ്. അപ്പൊ അത് പ്രശ്നമാവും. അപ്പൊ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യ സംസ്കാരമാണ്. മനുഷ്യ സംസ്കാരത്തിൽ നിന്ന് ഇസ്ലാമികമായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്, ഇസ്ലാമിക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്തതുകൊണ്ട് ഇസ്ലാമിന് വിരുദ്ധമായതുകൊണ്ട്, ഇത് ഇസ്ലാമിന് വിരുദ്ധമൊന്നുമല്ല. അപ്പൊ ആ നിലയ്ക്ക് ഇതിന് ഇസ്ലാമികം എന്ന് പറയാം. നിലവിളക്ക് ഇസ്ലാമികമല്ല, നിലവിളക്ക് ഇസ്ലാമിക സംസ്കാരമല്ല എന്നാണ് അവരുടെ സംസ്ഥയുടെ ഔദ്യോഗികമായ മുഷാവറയുടെ തീരുമാനം പത്രക്കുറിപ്പായിട്ട് ഇറക്കിയതാട്ടോ. അത് എനിക്ക് മനസ്സിലാക്കണം. നിലവിളക്ക് ഇസ്ലാമിക സംസ്കാരമല്ല, ആ പ്രയോഗം തന്നെ തെറ്റാണ്. അത് ഇവരുടെ സ്വഭാവം അങ്ങനെയുള്ളൂ. ഇവരൊരു പ്രസ്താവന ഇറക്കുമ്പോഴോ ഒരു പുസ്തകം എഴുതുമ്പോഴോ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ പാരഗ്രാഫിലെ ഒന്നാമത്തെ വാക്കിന്റെ തെറ്റേക്കാരം.
ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉണ്ടാക്കിയ ഒരു പുസ്തകമുണ്ട്, ത്വരീഖത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ പേര് ദീൻ എന്നാണ്. ആ 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ പാരഗ്രാഫിലെ 1-ാമത്തെ വാക്കിന് തെറ്റാണ്. 1-ാമത്തെ വാക്ക് എന്താണ്? മനുഷ്യന് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. മനുഷ്യന് അവന്റെ പരലോക വിജയത്തിന് വേണ്ടി അള്ളാഹുവിനാൽ സംവിധാനിക്കപ്പെട്ട ഒരു ജീവിത പദ്ധതിയാണ് ദീന്. ഞാനതിന്റെ ആശയമാണ് പറയുന്നത്, വാക്കുകൾ പുസ്തകം എടുത്തിട്ട് വായിക്കാനേ പറ്റുള്ളൂ. അവിടെ മനുഷ്യന് എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. മനുഷ്യനെന്നല്ല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 1-ാമത്തെ വാള്യത്തിൽ പറഞ്ഞ ഒരു ഇബാറത്തിനെ ആണ് അയാൾ മലയാളീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ഇബാറത്തിൽ പറഞ്ഞ എന്താണ്? വദഉൻ ഇലാഹിയ്യുൻ അല്ലേ സായിഖുൽ ലിദിൽ ഉഖൂൽ ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത് ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്. വദഉൻ ഇലാഹിയ്യുൻ സായിഖുൽ ലിദിൽ ഉഖൂൽ ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ് ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. അവിടെ ദവുൽ ഉഖൂൽ എന്ന് പറഞ്ഞ മനുഷ്യൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മനുഷ്യർ എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. ദവുൽ ഉഖൂൽ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മനുഷ്യർന്ന. ദവുൽ ഉഖൂൽ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മനുഷ്യരുണ്ട്, അല്ലാത്ത മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്ന വാക്കാണ് ദവുൽ ഉഖൂൽ എന്ന് പറഞ്ഞാൽ. ദവുൽ ഉഖൂൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്. ഇവർക്കൊക്കെ ദീനുണ്ട്. മനുഷ്യന്മാരുള്ള പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവർക്ക് മാത്രമല്ല ദീനുള്ളത്. പ്രായപൂർത്തി ആവാത്തവർക്കും ദീനുണ്ട്, ബുദ്ധിയില്ലാത്തവർക്കും ദീനുണ്ട്, ജിന്നുകൾക്ക് ദീനുണ്ട്, മലക്കുകൾക്ക് ദീനുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞത് വദഉൻ ഇലാഹിയ്യുൻ സായിഖുൽ ലിദിൽ ഉഖൂൽ എന്ന് പറഞ്ഞത്. ആ ദവുൽ ഉഖൂൽ ഇയാൾ വെച്ച അർത്ഥം എന്താണ്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മനുഷ്യൻ എന്നാണ്. അപ്പൊ അയാളുടെ ഒരു 600-700 പേജുള്ള പുസ്തകം, ആ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ പാരഗ്രാഫിലെ 1-ാമത്തെ വാക്കിന് തെറ്റാണ്. എന്നതുപോലെ ഇവരുടെ മുശാവറയുടെ പ്രസ്താവനയുടെ 1-ാമത്തെ വാക്ക് തന്നെ അവരുടെ അറിവിന്റെ ആഴം ശരിക്കും നമ്മൾ മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താ പറഞ്ഞത്? നിലവിളക്ക് ഇസ്ലാമിക സംസ്കാരമല്ലെന്നും ബഹുമാനാദരവോടെ ആചാരമെന്ന നിലക്ക് നിലവിളക്ക് തെളിയിക്കുന്നത് അനുവദനീയമല്ലെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മുശാവറ വ്യക്തമാക്കി. അത് തെറ്റാണ് പറഞ്ഞത്. ബഹുമാനാദരവുകളോടെ ആചാരമെന്ന നിലക്ക് നിലവിളക്ക് തെളിയിക്കുന്നത് അനുവദനീയമല്ല. എന്താണ് പറഞ്ഞത്? ബഹുമാനാദരവുകളോടെ ആചാരമെന്ന നിലക്ക് ഒരു കൂട്ടിലിങ്ങനെ സാമ്പ്രദായികമായി നടന്നു പോരുന്ന ഒരു പ്രവർത്തനത്തെ പറ്റിയാണ് ആചാരം എന്ന് പറയാം. അതിൽ സദാചാരമുണ്ട്, അനാചാരമുണ്ട്. മനസ്സിലായില്ലേ? ഒരു ഗുണകരമാണെന്നുള്ള വിശ്വാസത്തോടെ നല്ലതല്ലേ, ഒരു സാമ്പ്രദായികമായി ചെയ്യുന്ന ഒരു നല്ലതാണെന്നുള്ള വിശ്വാസത്തോടെ, ഗുണകരമാണെന്നുള്ള കാഴ്ചപ്പാടോടെ സാമ്പ്രദായികമായി തുടരുന്ന ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചാണ് ആചാരം എന്ന് പറയുക. അത് ഇസ്ലാം അംഗീകരിക്കുമ്പോൾ സദാചാരം എന്ന് പറയും, ഇസ്ലാം എതിർക്കുമ്പോൾ അനാചാരം എന്ന് പറയും. ബഹുമാനാദരവുകളോടെ ആചാരമെന്ന നിലക്ക് നിലവിളിക്ക് തെളിയിക്കുന്നത് അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ എന്തായാലും ഇതാർത്ത് അമുസ്ലിമീങ്ങളുടെ പ്രത്യേക ആചാരത്തെ സ്വീകരിക്കൽ അനുവദനീയമല്ല. അമുസ്ലിമീങ്ങളുടെ പ്രത്യേക ആചാരത്തെ സ്വീകരിക്കൽ അനുവദനീയമല്ല. ഒരാൾക്ക് ബഹുമാന ആദരവുമില്ല, ആചാരമൊന്നുമില്ല, അമുസ്ലിമീങ്ങൾ ചെയ്യും പോലെയാണോ ചെയ്യുന്നത്? എന്നാ പാടില്ലാത്തതല്ലേ? അപ്പൊ ആ പറഞ്ഞതിലൊന്നും ഒരു വായനയില്ല. ഓലെ ഒരു ഒരു ഫിഖ്ഹി ശൈലിയിലൂടെ അല്ല അവരുടെ പോക്ക്. അതൊക്കെ ആ പൊന്മളന്റെ പൊന്മള എഴുതി കൊടുത്തിരിക്കാറ്, അയാൾ എഴുതിയതൊക്കെ പൊട്ടതരിക്കാറ്. എന്താ പറഞ്ഞത്? ഇതിന് പറയാം, നിലവിളക്ക് ഇസ്ലാമിക സംസ്കാരമല്ലെന്നും ബഹുമാനാദരവോടെ ആചാരമെന്ന നിലക്ക് നിലവിളക്ക് തെളിക്കുന്നത് അനുവദനീയമല്ലെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ബ്രാക്കറ്റിൽ മേനോൻ മുശാവറ നിങ്ങൾ കൊടുത്തളി, മേനോൻ അവിടെ എഴുതി കൊടുത്താൽ മതി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മുശാവറ വ്യക്തമാക്കി, വെളിച്ചം ലഭിക്കാൻ ആധുനികവും പുരാതനവുമായ ഏത് വിളക്കുകളും കത്തിക്കുന്നതിന് വിരോധമില്ല. അത് ശരിയാണ്, അവർ പറഞ്ഞത് ശരിയാണ്.
അതേസമയം ദീപാരാധനയും അഗ്നിയാദനവും ഇസ്ലാമികമായി പാടില്ലാത്തതും, ദീപാരാധനയും അഗ്നിയാദനവും ഇസ്ലാമികമായി പാടില്ലാത്തതും, ഉദ്ഘാടന വേളകളിലും മറ്റും ആദരപൂർവ്വം ദീപം കൊളുത്തുന്ന ആചാരം മുസ്ലിങ്ങൾ നടപ്പാക്കുന്നത് ശരിയല്ലെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മുശാവറ പ്രസ്താവനയിൽ വ്യക്തമാക്കി. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ആദരപൂർവ്വം ദീപം കൊളുത്തുന്ന ആചാരം എന്ന് പറഞ്ഞത് ശരിയല്ല. ഹൈന്ദവരുടെ പ്രത്യേക ആചാരമായിട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. അതേസമയത്ത് ഇനിയിപ്പോ അവരുടെ ആചാരമൊന്നുമില്ലാതെ നമ്മളിപ്പോ ഒരു തീപ്പെട്ടിക്കുള്ളിൽ എന്ത് ചെയ്തു, ഒരു വളക്കണ കത്തിച്ചു. നാട മുറിക്കുന്നതിന് പകരമായിട്ട്, റിബൺ മുറിക്കുന്നതിന് പകരമായിട്ട് തീപ്പെട്ടിക്കുള്ളിൽ എഴുതിക്കാണ്ട് അല്ലെങ്കിൽ സിഗരറ്റ് ലാമ്പ് കത്തിച്ചുകാണ്ട് ഒരു വളക്കണ കത്തിച്ചു വിചാരിച്ചു, ചിമ്മിലി വളക്കണ കത്തിച്ചു വിചാരിച്ച അതിലിപ്പോ എന്താ വെച്ചാൽ തീ കത്തിച്ചുകൊണ്ടുള്ള ലക്ഷണം നോക്കുക എന്നുള്ളത് അത് ഒഴിവാക്കേണ്ടതാണ് എന്നാണ്. ഒരു ഹറാമെന്ന് പറയേണ്ട, തീ കത്തിച്ചുകൊണ്ടുള്ള തഫാവുലുണ്ടല്ലോ. ഈ ഉദ്ഘാടന വേദികൾ ചെയ്യുന്നത് തഫാവുലായിട്ടാണ്. ഒരു മംഗളാശംസയാണ് അതിന്റെ പിറകിലുള്ളത്. അങ്ങനെ ഒരു മംഗളാശംസ തീയുകൊണ്ട് ചെയ്യാന്നുള്ളത് ശരിയല്ല എന്നാണ്. അവർക്ക് അത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ വിശദീകരിച്ച കാര്യമാണത്. അത്രയുള്ള ആ വിഷയത്തിൽ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊരു തെഹ്തീക്കിന്റെ പ്രസ്താവനയൊന്നുമല്ല, എന്നാല് പറഞ്ഞൊപ്പിച്ചും ചെയ്യാം. ആ ഒരു കോലത്തിലാണുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യും. അതുപോലെ മറ്റൊരു ചോദ്യം, ഒരു FP മറ്റേ കമന്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരു ഫേസ്ബുക്ക് മുഷാവറയുടെ ഒരു മുഫ്തിയുടെ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ടാണെന്നാണ് ചോദ്യകർത്താവ് പറയുന്നത്. അതിലെ ചോദ്യം, നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന നിലവിളക്ക് ശിർക്കിന്റെ പരിധിയിൽ വരുന്നത് ശിർക്കും, ഹറാമിന്റെ പരിധിയിൽ വരുന്നത് ഹറാമും, കറാഹത്തിന്റെ പരിധിയിൽ വരുന്നത് കറാഹത്തുമാണ്. അതായത് സത്യക്രിസ്ത്യാനിയായ മാണിയും മാർത്തോമാ ക്രിസ്ത്യാനിയായ ഉമ്മൻചാണ്ടിയും ഭൗതികവാദിയായ VS അച്യുതാനന്ദനും കത്തിക്കുന്ന വിളക്ക് RSS പറയുന്ന ക്ഷേത്ര വിളക്കല്ല, മറിച്ച് നാട്ടാചാരത്തിന്റെ ഭാഗമായ വിളക്കാണ്. അത് ശിർക്കിന്റെ പരിധിയിൽ വരുമെന്ന പണ്ഡിത നിരീക്ഷണമാണ് അത് നിഷിദ്ധമാണെന്ന് പറയാനുണ്ടായ കാരണം. അതുകൊണ്ട് അത് അങ്ങനെ അത് ആ വിളക്കല്ല, പക്ഷെ അത് ശിർക്കിന്റെ പരിധിയിൽ വരുമെന്ന നിരീക്ഷണത്തിന്റെ ആ ഒരു കൊണ്ട് മാത്രമാണ് അത് നിഷിദ്ധമാണെന്ന് പറയാനുണ്ടായ കാരണം എന്നാണ്. അത് ശരിയാണോ? അതിൽ അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഒരുപാട് അബദ്ധങ്ങളുണ്ട് എന്നാണ് പറയാനുള്ള മറുപടി. ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഇനിയിപ്പോ അത് ഹൈന്ദവാചാരമല്ല, അത് ഉമ്മൻചാണ്ടിന്റെ ആചാരമാണെന്ന് വിചാരിക്കുക. ഏതായാലും ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ തന്നെ VS അച്യുതാനന്ദന്റെയും KM മാണിയുടെയും ആചാരമാണ്, കുഞ്ഞാലിക്കുട്ടിന്റെ ആചാരമാണ് പറഞ്ഞില്ലല്ലോ. അതെന്താ പറയാതിരുന്നത്? ഈ ഹൈന്ദവ ആചാരം എന്നുള്ളതൊരു ഉദാഹരണം മാത്രമാണ്. അവിശ്വാസികൾക്ക് മാത്രമായിട്ടുള്ള ഏതു ആചാരത്തിനും ഇത് തന്നെയാണ് വിധി. ഇനി അത് ഷിർക്കിന്റെ ആചാരം തന്നെ ഇക്കോണമെന്നില്ല എന്നാണ്. ഷിർക്കിന്റെ ആചാരമല്ല, കേവലം ഒരു ആചാരമായാൽ തന്നെ, കേവലം ഒരു ആചാരം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓണാഘോഷത്തിൽ പപ്പടം ചുടാന്നുള്ളത്, ഓണാഘോഷത്തിൽ പപ്പടം ചുടാന്നുള്ളത് അച്യുതാനന്ദനും പപ്പടം ചുടുന്നില്ലേ, ഉമ്മൻചാണ്ടി പപ്പടം ചുടുന്നില്ലേ, KM മാണി പപ്പടം ചുടുന്നില്ലേ? പക്ഷെ അത് അവരുടെ ആ കുഫറിനോട് താല്പര്യം എന്ന് മനസ്സിൽ വരികയാണെങ്കിൽ കുഫറാകും. ആഘോഷത്തോട് ആഘോഷത്തിൽ സംബന്ധിക്കുക എന്നതാണെങ്കിൽ ഹറാമുമാകുന്നതാണ്. അത് ആ സംബന്ധിക്കുന്നതിൽ KM മാണി പങ്കെടുത്തോ ഉമ്മൻചാണ്ടി പങ്കെടുത്തോ മറ്റുള്ളവർ പങ്കെടുത്തോ എന്നുള്ളത് എന്തല്ല, ഒരു ചോദ്യമേ അല്ല. അവർ പങ്കെടുത്താലും വിധി തന്നെയാണ്, പങ്കെടുത്തിട്ടില്ലെങ്കിലും ഇത് തന്നെയാണ് വിധി എന്നാണ്. അവർ പങ്കെടുത്തത് കൊണ്ട് മാത്രം അതൊരു ഹൈന്ദവ ആചാരമല്ലാതെയാകുന്നില്ല. ഹൈന്ദവ ആചാരത്തിൽ അവരും പങ്കെടുക്കുന്നു എന്ന് മാത്രം.
പിന്നെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാരിന്റെ ഔദ്യോഗികമായൊരു നയമല്ല ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യാന്നുള്ളത്. നമ്മളെ KSRTC ബസ്സുമ്മലൊക്കെ കാണാം ഓം നമ ശിവായ നിധി കാണാം, അല്ലെങ്കിൽ ശ്രീ കാടാമ്പുഴ ഭഗവതി ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന് കാണാം. അത് സർക്കാരിന്റെ നയ. അപ്പൊ ഇനി പിന്നെ ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ് അല്ലല്ലോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ KSRTC ബസ്സില് ശ്രീ കാടാമ്പുഴ ഭഗവതി ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്നെഴുതി വെച്ചു. എന്നാലിപ്പോ അത് എന്താണ്, അതിനെപ്പറ്റി എന്താ മനസ്സിലാക്കേണ്ടത്? അത് സർക്കാരിന്റെ ഭാഗമാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളും സർക്കാരിന്റെ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ പറഞ്ഞതിലൊന്നും ഒരു മയനില്ലാത്ത വർത്താനങ്ങളാണെന്നാണ്. അതൊന്നൊരു പണ്ഡിതോ അതൊക്കെ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ ഇങ്ങനെ വാക്കുകളെ കൊണ്ടിങ്ങനെ ഡിക്ഷണറിയിൽ നിന്ന് ഓരോ പുതിയ പുതിയ വാക്കുകൾ ഏതാ പുതിയത് നോക്കിയിട്ട് അത് ഒരുപാട് വാക്കുകൾ പെറുക്കിയെടുത്തുകാണ്ട് അതൊരു ലേഖനാക്കി മാറ്റി അങ്ങനെ ഉണ്ടാവും. അത്ര ഉള്ളൂ അതിനൊക്കെ അർത്ഥം. അതിനപ്പുറം അല്ലെ അരക്കി തേച്ച വാക്കുകളുടെ പിറകെ ഓടിപ്പോയാല് പലപ്പോഴും ആശയങ്ങള് നഷ്ടപ്പെടും. ഞാൻ വാക്കുകൾ വിസ്മരിക്കാം. അൽഹംദുലില്ലാഹ്, വളരെ നല്ല ഒരു ആൻസർ ആയിരുന്നു. അതുപോലെ തന്നെ മക്ബറകളിൽ കത്തിക്കപ്പെടുന്ന വിളക്കുകൾ ശിർക്കിന്റെയോ ഹറാമിന്റെയോ പരിധിയിൽ വരുന്നില്ല. അത് പരിധി വിടാത്ത ആദരവോ അതല്ലെങ്കിൽ വെളിച്ചത്തിന് വേണ്ടിയോ കത്തിക്കപ്പെടുന്നതാണ്. അത് ആദരവിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വെളിച്ചത്തിന് വേണ്ടിയോ. ആദരവിനും വിളക്കുകൾ കത്തിക്കാം ആദരിക്കാൻ വേണ്ടി. അത് സുന്നി സമൂഹത്തിൽ നിലനിന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പൂർവ്വസൂരികളായ പണ്ഡിതർ അതിനെ എതിർക്കാത്തതാണ് മുസ്ലിം സമൂഹം ഈ നിലവിളക്ക് കത്തിക്കാനുള്ള കാരണം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അത് ഈ ആദരിക്കാൻ പറ്റുകയില്ല എന്നും, പക്ഷെ അത് പൂർവ്വസൂരികളാരും അതിനെ എതിർക്കാത്തതാണ് ഇന്നും മുസ്ലിങ്ങൾ ഈ നിലവിളക്ക് കത്തിച്ചു വരുന്നത് എന്നാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ആദരവിന് വേണ്ടി, ആദരിക്കാൻ വേണ്ടി, ബഹുമാനിക്കാൻ വേണ്ടി നിലവിളക്ക് കത്തിക്കുന്നത് അതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ് ചോദ്യകർത്താവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായിരിക്കും അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നു. ആദരവിന് വേണ്ടി മക്കാമുകളിൽ കത്തിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നതേ കത്തിച്ചുകൊണ്ട് ആദരിക്കുക എന്നതാവില്ല, മറിച്ച് ആദരിക്കാൻ വേണ്ടി കത്തിക്കുക എന്നുള്ളതായിരിക്കും. ആദരവിന്റെ കത്തിക്കൽ എന്നുള്ള ഉദ്ദേശിച്ചത് ആദരിക്കാൻ വേണ്ടി, ജനങ്ങളാൽ ആദരിക്കപ്പെടാൻ വേണ്ടി ഒരു അടയാളം എന്ന നിലക്കുള്ള കത്തിക്കൽ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. അങ്ങനെ ആവുമ്പോ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനുള്ളൊരു പ്രശ്നം എന്താ വെച്ചു കഴിഞ്ഞാല് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന ഹിന്ദുക്കളുടെ പ്രത്യേകമായ ആചാരമുറ ഒരു ആദരവ് എന്ന പരിധിയിൽ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് അതിലൊരു പ്രതിധ്വനി വരുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. മക്കാമുകളിൽ കത്തിക്കുന്നത് ആദരവിന് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ കത്തിച്ചുകൊണ്ട് ആ മഹാനെ തഅദീം ചെയ്യുക എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, മറിച്ച് ആദരിക്കാൻ വേണ്ടി, മറ്റുള്ളവരാൽ ആദരവ് അവിടെ നടക്കാൻ വേണ്ടി ഇവിടെ ഒരു കത്തിച്ചു വെക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക. അതേസമയത്ത് അവിടെ വരുന്നൊരു പ്രതിധ്വനിയിലാണ് പ്രശ്നമുള്ളത്. അതേ ഉദ്ദേശത്തിന് വേണ്ടി നിലവിളക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഹൈന്ദവ ആചാരം നടപ്പിലാക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല എന്ന് ഒരു പ്രതിധ്വനി അവിടെ വരുന്നുണ്ട്. അത് തെറ്റാണ്, അത് നിരുപാധികം അനിസ്ലാമികം എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി പറയേണ്ടത്. അവിടെ പിന്നെ അങ്ങനെയാണെങ്കിൽ പറ്റും, ഇങ്ങനെയാണെങ്കിൽ പറ്റൂല, ഇങ്ങനെയാണെങ്കിൽ ബിസ്മി ചൊല്ലിക്കാണ്ട് അത് കൊളുത്തിയാൽ മതി എന്നുള്ള ആ തരംതിരിവ് സ്വീകാര്യമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല രീതിയിൽ നല്ല ചർച്ച കൊണ്ട് ചോദ്യക്കാരൊക്കെ വരട്ടെ. പിന്നെ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ലേഖനാണ്. ഈ സുന്നീസിന് ചോദിച്ചു തമ്മിലുള്ള ബന്ധം ഉണ്ടറിയില്ല. അപ്പൊ യാദർശികമായിട്ട് ഞാൻ ചോദിക്കാൻ നിൽക്കുമ്പോൾ സുന്നീസം മൈക്ക് ചാടും ചെയ്തു. അപ്പോ KEN കുഞ്ഞു മുഹമ്മദ് അതുപോലെ VS അച്യുതാനന്ദനൊക്കെ കൊളത്തിയത് തെറ്റല്ല. ഏതുപോലെ മമ്പുറം നിലവിളക്ക്
മക്കാമുകളുടെ നിലവിളക്ക് ഒരു കൂട്ടർ ശിർക്കാണെന്ന് ചിത്രീകരിക്കുന്നു. പക്ഷെ അത് തെറ്റിദ്ധരിച്ച പോലെ ഇതും തെറ്റിദ്ധരിച്ചാണ് ഈ നിലവിളക്ക് കൊളുത്തുകൾ ഒഴിവാക്കേണ്ടതെന്ന് ഒരു പണ്ഡിതന്റെ പോസ്റ്ററിലാണ് കണ്ടത്. അപ്പൊ അതിന്റെ യഥാർത്ഥം തുറന്നു പറഞ്ഞു വേണം. ഒരു പണ്ഡിതന്റെ പേരിൽ വന്നൊരു പോസ്റ്ററിൽ എനിക്ക് ഫേസ്ബുക്കിൽ നമ്മൾ വ്യക്തി ഇട്ടെന്നാണ്. അപ്പോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അസ്സലാമു അലൈക്കും. അവിടെ നമ്മുടെ ഉസൂലുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട സംഗതികളാണ്. ഈ KEM കുഞ്ഞു മുഹമ്മദ്, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ മുസ്ലിമീങ്ങളുമാണ്. അതുപോലെ തന്നെ അവരൊക്കെ നിരീശ്വരവാദികളുമാണ്. എന്നുവെച്ചാൽ നിർമ്മതവാദികളാണ്. ഈ നിർമ്മതവാദികളുടെ പ്രവർത്തനങ്ങളുടെ ഹുക്കുമ് എന്തിനാ ചർച്ച ചെയ്യേണ്ട ആവശ്യം? അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. അമുസ്ലിമീങ്ങളായ നിർമ്മതവാദികളുടെ പ്രവൃത്തി, ഇപ്പൊ ഹിന്ദുക്കള് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് ഹറാമാണ്, കറാത്താണ്, ജായിസാണ്, സുന്നത്താണ്, മുസ്തഹ് നമ്മളാരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? അമുസ്ലിമീങ്ങൾക്ക് ഫുറൂഇയ്യാത്ത് കൊണ്ട് തക്ലീഫ് ഉണ്ടോ ഇല്ലേ? ഹനഫി മദ്ഹബിന്റെ ഉസൂല് പ്രകാരം ഇസ്ലാമിന്റെ ശാഖാപരമായ കർമ്മങ്ങൾ മുസ്ലിമീങ്ങളോട് തക്ലീഫില്ലാണ്. ഇന്നത് ചെയ്യടാ, ഇന്നത് ചെയ്യരുതടാ എന്നുള്ള ആ ഒരു കൽപ്പന അവരോടില്ലാണ് ഹനഫി ഉസൂല്. അങ്ങനല്ല അവരുടെ ഉസൂൽ അങ്ങനെയാണ്. അതേസമയത്ത് ഷാഫി ഉസൂൽ എങ്ങനെയാണ്? ഫുറൂഇയ്യാത്ത് കൊണ്ടും അവരോട് കൽപ്പന ഉണ്ട് എന്നാണ്. നിസ്കാരം മുസ്ലിമിനോട് കൽപ്പന ഉണ്ടോ? ഉണ്ട്. നോമ്പ് കൽപ്പന ഉണ്ടോ? ഉണ്ട്. കള്ളു കുടിക്കരുത് എന്ന് കൽപ്പന ഉണ്ടോ? ഉണ്ട്. അത് ഷാഫി മദ്ഹബിന്റെ ഉസൂലാണ്. അതേസമയത്ത് അത് വെച്ചുകൊണ്ട് ദുന്യാവിൽ നമ്മൾ ഇങ്ങനെ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ പറ്റി വിധികൾ പറയാനും വിധികൾ അന്വേഷിക്കാനും അത് പ്രബോധനം ചെയ്യാനൊന്നും പോകണ്ടാണ്. മുസ്ലിമിന്റെ മുമ്പിൽ നമ്മൾ നിങ്ങൾ കള്ളുടിക്കരുതട്ടോ, നിങ്ങൾ നിലവിളക്ക് കൊളുത്തരുതട്ടോ, അത് തെറ്റാണട്ടോ, അതൊന്നും പറയാൻ പോകില്ല. അവരോട് നമ്മൾ പറയുന്നത് ഇസ്ലാം സ്വീകരിക്കണം കേട്ടോ എന്നാ പറയാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ വിവിധ നാടുകളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ അയച്ചപ്പോ എന്താ റസൂൽ എന്ന് പറഞ്ഞത്? ഓരോട് കള്ളുടിച്ചെടുത്ത് എന്ന് പറയണം, നോമ്പ് നോൽക്കണം എന്ന് പറയണം, അങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടത്തെ മറിച്ച് നടക്കണം എന്ന് പറയണം. ഇതൊക്കെ ഇങ്ങനെ പറയുക ചെയ്തത് അല്ല. അവരോട് ഫദുഉഹും, അവരെ നിങ്ങൾ ക്ഷണിക്കണം ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നീ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിലേക്ക് വിശ്വസിക്കാൻ വേണ്ടി ക്ഷണിക്കണം എന്നാണ്. അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റു ഫുറൂഇയായ കാര്യങ്ങൾ അവരോട് പറയണം എന്നാണ്. അപ്പൊ KEM കുഞ്ഞു മുഹമ്മദും VS അച്യുതാനന്ദനും നിലവിളക്ക് കൊടുക്കുന്നത് തെറ്റല്ല പോലെ എന്ന് പറഞ്ഞത് എന്താണ്? അതൊരു ഇസ്ലാമികമായി ഒരു പണ്ഡിതനായി പറയേണ്ട കാര്യമല്ല. അതൊക്കെ നാടന്മാര് പറയുന്ന വാക്കുകളാണ്. അതൊക്കെ നാടന്മാരായ ആൾക്കാർ സ്റ്റേജിൽ കയറിയാൽ പല രൂപത്തിൽ ഇസ്ലാമിനെ വിശദീകരിക്കും. അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില അഭ്യസ്ത വിദ്യരായ ആളുകളൊക്കെ മൈക്ക് കിട്ടിയാൽ ഇസ്ലാമിനെ വിശദീകരിക്കുന്ന ചില സ്വഭാവമുണ്ട്. അതിലൊക്കെ പെട്ട ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും അല്ലാതെ അതിനൊന്നും ഒരു മയനിയില്ല. അതൊന്നും ഒരു ആലിമിന്റെ ഭാഷയല്ല എനിക്ക് പറയാനുള്ളൂ. ഒന്ന്. രണ്ടാമതായിട്ട് KEM കുഞ്ഞു മുഹമ്മദും VS അച്യുതാനന്ദനൊക്കെ നിലവിളക്ക് കൊളുത്തുന്നത് അത് ശിർക്കല്ലാത്തതുപോലെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക അവർക്ക് ശിർക്കുമില്ല തൗഹീദുമില്ലല്ലോ. കാരണം അവർ അല്ലാഹുവിനെ ഏകത്വപ്പെടുത്തുന്നില്ല, അല്ലാഹു ബഹുത്വപ്പെടുത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഒരു ആരാധനാഭാവമൊന്നുമില്ല. അവർക്കൊരു കേവലം ഒരു ചടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ കേവലം ഒരു ചടങ്ങായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ അത് തെറ്റല്ല എന്നാണ് പറയുന്നത്. അത് ശരിയല്ല. കേവലം ഒരു ചടങ്ങായിക്കൊണ്ട് മാത്രമായിട്ട് ചെയ്യുന്നതിനെ പറ്റി ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രം പറയുന്നത്. കേവലം ഒരു ചടങ്ങായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ കുഫറിനോട് ആരാധനാഭാവമൊന്നുമില്ല. അഗ്നിയെ ആരാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആ അഗ്നിയെ പ്രസാദിപ്പിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ആ അഗ്നി പ്രതിനിധാനം ചെയ്യുന്ന ഏതോ ഒരു ദേവതയെ പ്രസാദിപ്പിക്കുന്നുവെന്നോ അങ്ങനെയുള്ള ഒരു വിശ്വാസവും ഇല്ലാതെ തന്നെ ഒരാൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഫുഖഹാ ചർച്ച ചെയ്യുന്നത്. മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. അത് അവരുടെ കുഫറിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ
അവരോടൊരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് കുഫറാണ്. ഇനി അങ്ങനല്ലെങ്കിൽ തന്നെ അവരുടെ കൂട്ടത്തിൽ ചെന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും കുഫറാണ്. കുഫറാവണമെന്നുണ്ടെങ്കിൽ ശിർക്കൈക്കോണമെന്നില്ല, ബഹുദൈവ വിശ്വാസം ഉണ്ടായിക്കോണമെന്നില്ല ഒരു സംഗതി കുഫറാവാന്. മുർത്തദ്ദാവാണെന്നുണ്ടെങ്കിൽ ശിർക്കായത് ഒരാളിപ്പോ മുസാഫിന് എന്ത് ചെയ്തു, നജസ്ക്കാണ് വലിച്ചെറിഞ്ഞു. മുസാഫ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ സാധാരണ മനോരമ പത്രത്തിന്റെയൊക്കെ മാതിരിയല്ലേ, അതും അറബിയിൽ അച്ചടിച്ചത് ഇതും അറബിയിൽ അച്ചടിച്ചത്. ഇത് അള്ളാന്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാട്ടിൽ കാര്യമായതല്ലേ, അത് നമ്മളെ മനസ്സിലുണ്ടാവില്ലൊക്കെ ഉള്ളത്. ഇത് പറഞ്ഞാൽ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ എഴുത്തല്ലേ, എഴുത്തിന് ബന്ധമായിരിക്കുന്നത്. എഴുത്ത് എന്ന് പറയുമ്പോൾ അത് നോക്കി വായിക്കുമ്പോഴല്ലേ ഇതിനൊരു പ്രസക്തിയുള്ളൂ. എഴുത്തിന് വലിയൊരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അതും അതിന് ചോട്ടിക്കാരി നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിപ്പോ നമ്മൾ സാധാരണ പേപ്പറുകളൊക്കെ വലിച്ചെറിയണമായി വലിച്ചെറിഞ്ഞ് വെച്ചിട്ട് എന്താ കുഴപ്പം? അങ്ങനെ ഒരാൾ മുസാഫിനെ വലിച്ചെറിഞ്ഞ അയാളെ മുർത്തദ്ദാവുന്ന, അവിടെ ശിർക്ക് വന്നോളമൊന്നുമില്ല. അപ്പൊ KEN കുഞ്ഞു മുഹമ്മദിനും VS അച്യുതാനന്ദനും ശിർക്കിന്റെ വിശ്വാസമില്ലാത്തത് കൊണ്ട് തെറ്റല്ലാത്തതുപോലെ എന്ന് പറയുന്നത് ഒരു പണ്ഡിതോചിത സംസാരവുമല്ല. മാത്രമല്ല അങ്ങനെ ഒരു ആരാധനാഭാവം ഇല്ലാതെ തന്നെ ചെയ്യുമ്പോഴാണ് ഈ മതവിധികളൊക്കെ ഫുഖഹാവ് ചർച്ച ചെയ്യുന്നത്. ഒരു മുസ്ലിം മുവഹിദായ ഒരു വ്യക്തിക്ക് എങ്ങനെ അഗ്നിയോട് ആരാധനാഭാവം ഉണ്ടാവില്ലല്ലോ. പക്ഷെ അവരുടെ മതത്തിനോടൊരു താല്പര്യം, ഈ മതം തിരക്കടില്ലാത്ത മതമാണല്ലോ, ഈ മതത്തിലുള്ള ഈ ആചാരങ്ങളൊക്കെ നല്ല ഉഷാറുണ്ടല്ലോ. നമ്മളെ മനസ്സിൽ എപ്പോഴും അന്യമതസ്ഥരുടെ അവരുടെ മാത്രമായ ആചാരങ്ങളോട് വെറുപ്പാണ് വേണ്ടത്. മൻ റഅ മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. അപ്പൊ കൽബിലുള്ള വെറുപ്പ് ഒഴിവാക്കിക്കൊണ്ട് കൽബിൽ റിള, അതിനോടൊരു താല്പര്യം, ഒരു സ്നേഹം, ഒരു സന്തോഷം, ഒരു തൃപ്തി, അതാണ് ഇവരുടെ മനസ്സിൽ തോന്നുന്നതെങ്കിൽ അതിൽ മുർത്തദ്ദാകുന്ന. ഇനി അങ്ങനല്ലാതെ അവരുടെ ആഘോഷ ആചാരങ്ങളിൽ പങ്കെടുക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ അത് ഹറാമെന്നാണ്. ഇതൊന്നുമില്ലാതെയാണ് അതൊരിക്കലും ഈ അമുസ്ലിമികളെ കൂട്ടത്തിൽ നടത്തപ്പെടുന്ന ഈ സർക്കാർ തലത്തിലൊക്കെ നടത്തപ്പെടുന്ന ഉദ്ഘാടന വേദികളിലാണ് അന്നും ഇല്ലാത്തൊരവസ്ഥ സംജാതമാകുന്നില്ല. അതൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു എന്ന് ചില ആളുകൾ പറഞ്ഞത് 100% അബദ്ധമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ ഈ മൂന്നും വിശദീകരിച്ചതിന് ശേഷം പിന്നെ രൂക്ഷമായിട്ട് അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ താതാത്മ്യപ്പെടുത്തുന്നത് അതിരൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് അതിന്റെ വരികളോളം ഒരുപാട് വരികൾ വിശദീകരിച്ചത്. അതേസമയത്ത് ഇതൊന്നും വല അസുല അവിചാരിതമായിട്ട് യാദൃശ്ചികമായിട്ട് ഇപ്പൊ നമ്മളത് ഇതൊന്നും അറിയാതെ ഹൈന്ദവർക്ക് ഇങ്ങനെ ഒരു ആചാരം ഉണ്ടെന്നും നോക്കാതെ നമ്മളൊരു പരിപാടിക്ക് എന്ത് ചെയ്തു, അവരുടെ അതേ ആചാരം നമ്മളുണ്ടാക്കി. നമ്മളത് അറിഞ്ഞിട്ടില്ല, നമ്മളത് യാദൃശ്ചികമായി സംഭവിച്ചതാണ്. അതന്നെ അവരുടെ ആചാരത്തോട് തുലനപ്പെടുന്നു എന്നൊന്നും നമ്മൾ മനസ്സിലില്ലതാണ്. എന്നാൽ തന്നെ കറാഹത്താണ് എന്നാണ്. നിസ്കാരത്തിന് തട്ടം കെട്ടും പോലെ എന്നാണ് ഈ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ ഈ KEN കുഞ്ഞു മുഹമ്മദും മറ്റുള്ളവരും ചെയ്യുന്നത് അവർക്ക് ശിർക്കിന്റെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അതന്നെയാണ് മക്കാമിൽ നടക്കുന്നത് എന്ന് പറയുന്നത് ഭീമമായ അബദ്ധമാണ്. എന്തുകൊണ്ട്? മക്കാമിൽ നടക്കുന്നത് വിളക്ക് കത്തിക്കലാണ്, ഇവിടെ നടക്കുന്നത് ആചാരമാണ്. എന്താചാരം? ഏപ്പിക്കാര് പറഞ്ഞ മാതിരി കേവല ആചാരമല്ല, ഏപ്പിക്കാര് പറഞ്ഞതുപോലെ ആദരവ് കൊടുക്കുന്ന ആചാരവുമല്ല, ഹൈന്ദവ മതത്തിന്റെ പ്രത്യേക ആചാരം എന്നാണ്. അതാ സമസ്തയുടെ നേതാക്കന്മാരുടെ പ്രസ്താവനയിലുള്ളത്. എന്താ സമസ്തയുടെ നേതാക്കന്മാരുടെ പ്രസ്താവനയിലുള്ളത്? ഹൈന്ദവരുടെ പ്രത്യേക ആചാരം എന്നാണ്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അതിനെപ്പറ്റി എന്താ ഇബാറത്തിട്ടത്? അജ്മഅൽ മുസ്ലിമൂന അന്നഹു ലാ യസ്ദറു ഇല്ലാ ലിൽ കുഫാരീന. മുസ്ലിമീങ്ങൾ എല്ലാവരും ഏകോപിച്ച് പറയുന്നു അത് കാഫിരീങ്ങളിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഒരാചാരമാണ്. അതൊരു നിലവിളക്ക് തീപ്പെട്ടിക്കൊണ്ടുകൊണ്ട് കത്തിക്കാനല്ലത്, മറിച്ച് അത് ആ ഭാവത്തോടുകൂടെയും ഭവ്യതയോടുകൂടെയും വണക്കത്തോടുകൂടെയും ആ ചെയ്യുന്ന കാട്ടിക്കൂട്ടലാണ്. അത് അവരിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ഹൈന്ദവരിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ആചാരം. ആ ആചാരം ഹൈന്ദവരല്ലാത്തവർ ചെയ്യുന്നത് കൊണ്ട് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല എന്ന് പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? അപ്പൊ ഇവരൊക്കെ തെറ്റിദ്ധരിച്ചെന്താ വെച്ചാൽ ഹൈന്ദവർ ചെയ്യുന്ന ഒരു ആചാരം അവരുടെ വിശ്വാസത്തോടുകൂടി ചെയ്യുമ്പോൾ മാത്രമേ തെറ്റാവുള്ളൂ. അപ്പൊ KEN കുഞ്ഞു മുഹമ്മദും VS അച്യുതാനന്ദനൊന്നും അവരുടെ വിശ്വാസപ്രകാരമല്ലല്ലോ ചെയ്യുന്നത്.
അപ്പൊ അത് തെറ്റല്ലാത്തതുപോലെ മക്കാമുകളൊന്നും തെറ്റല്ല. എന്താ റബ്ബേ ഈ പറയുന്നത്? അപ്പം അത് നീട്ടി വിശദീകരിക്കാൻ ഒരുപാട് സമയം പോകും. അവിടെയാണ് മൈക്ക് റിലീസ് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി, ഇതിലെ ഒരു വിശദീകരണമാണ്. ആദരവ് പ്രകടിപ്പിക്കുന്നതിന് ഓരോ സംസ്കൃതിയിലും ഒരേ ശൈലിയല്ല ഉള്ളത്. ഇസ്ലാമിക ശരീഅത്താവട്ടെ ഈ നാട്ടാചാരങ്ങളെ ഉറുഫ് എന്ന് വിളിക്കുന്നു. ഇതിൽ ശരീഅത്തിന്റെ വിധി എല്ലാം ബാധകമാണ്. ഒരു നാട്ടാചാരം ഉറുഫ് ഹറാമല്ലെങ്കിൽ അതിനെ ഇസ്ലാം നിഷിദ്ധമായി കാണാറില്ല. ഉദാഹരണം കേരളീയ വസ്ത്രധാരണ രീതി, സൽക്കാര രീതി തുടങ്ങിയവ. അതുകൊണ്ടാണ് മുൻഗാമികളായ പണ്ഡിതരിൽ ഭൂരിപക്ഷവും മക്ബറകളിൽ ആദരവിനു വേണ്ടി കത്തിക്കപ്പെട്ട നിലവിളക്കുകളിൽ ശിർക്ക് കാണാതിരുന്നത്. അപ്പോ ഇത് അവർ ചെയ്യുന്ന ഈ ഒരു സംഭവം ഹറാമല്ലാത്തത് കൊണ്ടാണ്, ആ നാട്ടാചാരം ഹറാമല്ലാത്തത് കൊണ്ടാണ്, നിലവിളക്ക് കത്തിക്കുന്നത് ഹറാമല്ലാത്തത് കൊണ്ടാണ് ഈ മക്ബറകളിൽ കത്തിക്കുന്നതിന് മുൻകാല പണ്ഡിതന്മാരാരും അത് ആദരവിന് വേണ്ടി കത്തിക്കപ്പെട്ട നിലവിളക്കുകളിലൊന്നും ശിർക്ക് കാണാതിരുന്നത് എന്നാണ് ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിലെ അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഉള്ള സംശയം ഇതിൽ ചോദിക്കുന്നത്, അപ്പോ അങ്ങനെ ആദരവിന് വേണ്ടി ഈ നാട്ടാചാരമായ രൂപത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് കൊണ്ട് ഉർഫ് അത് ഹറാമല്ലെങ്കിൽ, അത് പിന്നെ ശരീഅത്തിന്റെ വിധി അത് ഹറാമല്ലെങ്കിൽ പിന്നെ അത് എങ്ങനെ അനിസ്ലാമികമാകും? കാരണം അതുകൊണ്ട് മുൻഗാമികളൊക്കെ ഈ പിന്നെ വിളക്ക് കത്തിച്ച് ആദരിക്കലും പിന്നെ വിളക്ക് കത്തിച്ച് ഒരാളെ പിന്നെ ഒരു വലിയനെ പുണ്യാത്മാക്കളെ ബഹുമാനിക്കുന്നതും അതിലൊന്നും അവരാരും തെറ്റ് കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു തെറ്റ് കാണാനുള്ള കാരണം എന്നാണ് ചോദ്യകർത്താവ് ഉന്നയിക്കുന്നത്. ഞാൻ ചുരുക്കി പറയാണ്, ഒരു നാട്ടുനടപ്പ് അല്ലെങ്കിൽ ഉറുഫ്, അതല്ലെങ്കിൽ ഒരു ആചാരം, ആ ആചാരത്തിന് രണ്ട് അവസ്ഥയാണുള്ളത്. ഒന്നുകിൽ അത് സദാചാരം അല്ലെങ്കിൽ അനാചാരം. സദാചാരത്തിന് 3 വിധിയാണുള്ളത്. ഒന്നുകിൽ അത് വാജിബ്, അല്ലെങ്കിൽ അത് സുന്നത്ത്, അതല്ലെങ്കിൽ മുബാഹ്. അനാചാരത്തിന് ഏറ്റവും ചുരുങ്ങിയത് 2 വിധിയാണുള്ളത്. ഒന്നുകിൽ അത് കറാഹത്ത്, അല്ലെങ്കിൽ അത് ഹറാമ്. ഹറാമായ അനാചാരങ്ങള് വിശ്വാസരംഗത്താകുമ്പോൾ അതിനെ സംബന്ധിച്ച് ബിദ്അത്ത് എന്ന് പറയും. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ ബിദ്അത്താണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാത്തതാണെങ്കിൽ അതിനെപ്പറ്റി ഫിസ്ഖ് എന്നും പറയും, തമ്മാടിത്തരം എന്നും പറയും. ഇങ്ങനെയാണ് ഉർഫിന്റെ വിധി. അത് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു അതിന്റെ വിശദീകരണം പറഞ്ഞതായിട്ട് മനാഖിബ് ഷാഫിഈ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ ഒരു സംഗതി നാട്ടുനടപ്പായിട്ട് പോരുന്ന ഒരു ഉർഫ്, ഒരു ആചാരം, ആ ആചാരം അത് ഏത് ഇനത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് ഇസ്ലാമിന്റെ കായികകൾ വെച്ച് നോക്കണം. അന്യമതസ്ഥർക്കും മാത്രമായിട്ടുള്ള ഒരു ആചാരമാണെങ്കിൽ, ആ ആചാരം മുസ്ലിമീങ്ങൾ അനുവർത്തിക്കുക എന്നതാണെങ്കിൽ അത് ഹറാമിന്റെ പട്ടികയിൽ, അത് എങ്ങനെ വരും? അവരുടെ മതത്തോട് താല്പര്യം എന്നാണ് മനസ്സിലുള്ളതെങ്കിൽ അത് കുഫറായി മാറും. അവരുടെ ആചാരത്തിൽ പങ്കെടുക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ അത് ഹറാമായി വരും. ഇതൊന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആഘോഷപരമായിട്ടുള്ള ആഘോഷ ദിനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഫലാ ശൈഅന, അതിലൊന്നും ഇല്ലാതാണ് അവിടെ ഇബാറത്തുള്ളത്. അതേസമയത്ത് അവരുടെ ആചാരങ്ങളും അവരുടെ വേഷവിധാനങ്ങളും അവരുടെ കുഫറിന്റെ മേൽ അറിയിക്കുന്ന നടപടികളുമാണെങ്കിൽ അത് കറാഹത്താണ്. അവിചാരിതവും യാദൃശ്ചികവുമാണെങ്കിൽ കറാഹത്താണ് എന്നാണ് അതിന്റെ മതവിധി. മനസ്സിലായില്ലേ? അതൊക്കെ ഈ പറഞ്ഞ നിലവിളക്ക് കൊളുത്തലിനോട് ബന്ധപ്പെട്ടതാണ്. അതൊന്നും നിലവിളക്ക് കത്തിക്കുക എന്നുള്ള സാമാന്യ വിഷയത്തോട് അതൊരിക്കലും തന്നെ ബന്ധപ്പെടുന്നില്ല. ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ലല്ലോ സുഹൃത്തുക്കളെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അടുത്ത ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യാം.
മൻഹജ് സലഫ് നിങ്ങൾക്ക് ചോദിക്കാം. മൻഹജ് സലഫ് നിങ്ങൾക്ക് ചോദിക്കാം. വാട്സപ്പിലൂടെ അതിന്റെ കമന്റ്സുകളൊക്കെ വളരെ ഏതായാലും ഉത്തരങ്ങൾ വളരെ മനോഹരമായി, വളരെ 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 നല്ല ഉത്തരങ്ങളായിരുന്നു. അൽഹംദുലില്ലാഹ്. ഏതായാലും ശരിക്കും കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കുകളിലൂടെയും ഒക്കെ പിന്നെ അങ്ങനെയൊക്കെ ഒരു സമാന്തര മുഷാവറകളായി രൂപാന്തരപ്പെടുന്ന ആളുകളൊക്കെ ഉസ്താദുമാർ വിശദീകരിച്ചതിന് മുകളിൽ പോകാതെ അത് കൃത്യമായി ഉൾക്കൊള്ളുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവണമെന്ന് എല്ലാവരോടും ഉണർത്തി. ഇൻഷാ അല്ലാഹ്. മൻഹജ് സലഫ് മൈക്കുവാണോ? മൻഹജ് സലഫിന് മൈക്കുവാണോ? അഹമ്മദ് ഖാദർ ബാബ 42 മൈക്കുവാണോ? ആർക്കാ മൈക്ക് വേണ്ടത്? നമുക്ക് മൻഹജ് സലഫ് മൈക്ക് കൊടുക്കൊണ്ടുന്ന ജാറത്തില് നിലവിളക്ക് കത്തിക്കലും പിന്നെ അതില് എണ്ണ ഒഴിച്ച് അത് കോരി കുടിക്കലും ഒക്കെ ഇത് ഇസ്ലാമില് എന്താണ് അതിന് തെളിവ്? അത് ഈ തെറ്റാണെന്നിലേക്ക് ഇസ്ലാം ഒന്നും പറയുന്നില്ല. അതന്നെ അതിന്റെ തെളിവ്. അത് തെറ്റാണ് എന്നുള്ളതിന് ഇസ്ലാം ഒന്നും പറയുന്നില്ല. ഏതുപോലെന്ന് വെച്ചാല് നിങ്ങളിപ്പോ ഒരു എന്താ പറയാ ഒരു ബൈക്ക് ഉപയോഗിക്കുന്നതിന് എന്താ ഇസ്ലാമിന് തെളിവ് എന്ന് ചോദിച്ചാൽ അതിന് തെറ്റാണെന്നിലേക്ക് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇസ്ലാം തെറ്റാന്ന് പറയാത്ത ഒരു സംഗതിയെ തെറ്റ് എന്ന് പറയുന്നത് ബിദ്അത്താണ്. ഇസ്ലാം തെറ്റാണെന്ന് പറയാത്തൊരു സംഗതിയെ തെറ്റെന്ന് പറയുന്നത് കടുത്ത തെറ്റാണ്. അതന്നെ അതിനുള്ള മറുപടി കേട്ടോ. അത് ഈ ഇസ്ലാം തെറ്റാണെന്ന് പറഞ്ഞില്ല എന്നെങ്ങനെയാണ് ഉസ്താദ് ഇത് പറയുക? കാരണം പിന്നെ ഉസ്താദ് ഇപ്പൊ അതായത് നമ്മൾ 1500 വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾ 1400 വർഷങ്ങൾക്ക് മുൻപ് അത് പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ മതപരമായ കാര്യങ്ങളാണ്, ദുനിയവിയായ കാര്യമല്ല. മതവും ഉദാഹരണത്തിന് വലിയ ടെറസുള്ള പള്ളിയിൽ നിസ്കരിച്ചാലും സാധാരണ ഓലപ്പരയിച്ച പള്ളിയിൽ നിസ്കരിച്ചാലും കൂടിയൊന്നാണല്ലോ. അവിടെ ഈ ഭാരതത്തിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അല്ലാണ്ട് പള്ളിയുടെ കല്ലിനും മണ്ണിനും അല്ലല്ലോ. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് മതപരമായിട്ടാണ്. അല്ലാണ്ട് സ്കൂട്ടർ ഓടിക്കുന്നത് പോലെ പണ്ട് ഒട്ടകത്തിന്റെ പുറത്തുണ്ടെങ്കിൽ ഇന്ന് സ്കൂട്ടർ ഓടിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് താരതമ്യം ചെയ്യുന്നതിന് അർത്ഥമില്ല. കാരണം ദുനിയവിയായ വസ്തുക്കളും ആവശ്യങ്ങളുമാണ്. നിങ്ങളോട് ആത്മീയ പുണ്യം കിട്ടുമെന്ന് കരുതി ഞങ്ങളൊക്കെ പലപ്പോഴും എണ്ണൊക്കെ കൂടി കുടിച്ചിട്ടുണ്ട് സമസ്യയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോ ഇസ്ലാം തെറ്റാണെന്ന് പറഞ്ഞു എന്നുള്ളതിലേക്ക് ഉപരത്ത് തെളിവൊന്നുമില്ല. പിന്നെ അത് മതപരമായിട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. മതപരമായിട്ട് ചെയ്യുന്നു. എന്താ ഈ മതപരമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാല് അയാൾ പറഞ്ഞു കൂലി കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. വിളക്ക് കത്തിക്കുന്ന മക്കാമുകളിൽ പോയി സിയാർത്ത് ചെയ്താലേ കൂലി കിട്ടുള്ളൂ എന്ന് നമ്മളാരും പറയുന്നില്ല. നിലവിളക്ക് കത്തിച്ചെങ്കിലേ അവിടെ കൂലി കിട്ടുള്ളൂ, നിലവിളക്ക് കത്തിച്ചിട്ടില്ലെങ്കിൽ അവിടെ കൂലി കിട്ടൂല, ഇതൊന്നും ആരും പറയുന്നില്ലല്ലോ. നിങ്ങൾ ഈ മതപരം എന്ന് പറഞ്ഞാൽ എന്താ? മതപരം എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്നത് എന്ന് അതിന്റെ അർത്ഥം. മതം അനുവദിച്ചത് എന്ന് പറഞ്ഞാൽ അതും മതപരം തന്നെയാണ്. മതം അനുവദിച്ച കാര്യം. നിങ്ങളിപ്പോ ബൈക്ക് എടുത്തുകാണ്ട് പള്ളിക്ക പോയി, ബൈക്ക് എടുത്തുകാണ്ട് പള്ളിക്ക പോയാല് അതെന്താ മതപരം എന്നാ പറയാ, മതവിരുദ്ധം എന്നാ പറയാ? എന്താ ഇനി പറയാ നിങ്ങള്? നിങ്ങളതൊരു ഭൗതികമായ ഒരു 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 പ്രക്രിയയാണെന്ന് അങ്ങനെ വിശ്വസിച്ചോളൂ. അത് തെറ്റാണെന്നില്ലേക്കാണ്. അത് തെറ്റും ശരിയുമാണ് ഇവിടെ പറയേണ്ടത്. തെറ്റും ശരിയുമാണോ അതിന് പറയും. അതാണ് ചോദിക്കുന്നത്. അത് തെറ്റാണെങ്കിൽ അതെന്തുകൊണ്ട്? ഇസ്ലാം തെറ്റാണെന്ന് പറയാത്തൊരു സംഗതിയെ സംബന്ധിച്ച് പിന്നെ എന്താ പറയുക? മതപരം എന്ന് പേരിട്ടാലും കുഴപ്പമില്ല, ഭൗതികം എന്ന് പേരിട്ടാലും കുഴപ്പമില്ല, ദുന്യവിയായ കാര്യം എന്ന് പേരിട്ടാലും വേണ്ടില്ല. ഇസ്ലാം തെറ്റാണെന്ന് പറയാത്ത കാര്യം തെറ്റാണെന്നിലേക്ക് തെളിവില്ല. ഏത് നിയമപ്രകാരമാണത് തെറ്റാണെന്ന് പറയാം? ഇസ്ലാം ഒരു കാര്യത്തെ തെറ്റാക്കാൻ ഒരുപക്ഷെ അതിൽ നെസ്സുണ്ടാവും, നെസ്സായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ
ഇമാമുമാര് നസ്സുകളിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത, ഗവേഷണം ചെയ്ത അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്ന ഏതെങ്കിലും ഒരു ഫോർമുല, ഒരു കായിദ, ഒരു നിയമം, ആ നിയമത്തിന്റെ പരിധിയിൽ വരണം. ഇതൊന്നുമില്ലാതെ നമ്മളെങ്ങനെ തെറ്റെന്ന് പറയാം? അതുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയാൻ തെളിവില്ല എന്നുള്ളതാണ് അത് ശരിയാണെന്ന് പറയാനുള്ള തെളിവ് കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ വളരെ വ്യക്തമാവുന്നൊരു ഉദാഹരണം പറഞ്ഞു. കാരണം ഓലഷെഡ് കെട്ടിയ പള്ളിയും തറസിട്ട പള്ളിയും നമസ്കരിച്ചാൽ കൂടി ഒന്നേ കിട്ടുകയുള്ളൂ. കാരണം ഇവിടുത്തെ ഭൗതിക വസ്തുക്കളല്ല അവിടെ പ്രാധാന്യം വരുന്നത്, ചെയ്യുന്ന വിവാദത്തിനാണ്. നമ്മളിവിടെ ജാറത്തിൽ നിലവിളക്ക് കത്തിച്ചു വെക്കുകയും അതിൽ എണ്ണ ഒഴിച്ച് പുണ്യം ലഭിക്കുമെന്ന് കരുതിച്ച് തന്നെയാണ് എല്ലാവരും അതിൽ നിന്ന് എണ്ണ ഒഴി കുടിക്കുന്നതും ബർക്കത്തെടുക്കുന്നതുമല്ല. ഇത്തരം രീതികളൊന്നും ഇസ്ലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. കാരണം ഒരു ജാറം കെട്ടിപ്പോ ഒരു ചാനൽ വെച്ച് കെട്ടരുതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിന് വിരുദ്ധമായിട്ട് ചെയ്തുകൊണ്ട് പിന്നെ അവിടെ ചെയ്യുന്ന മറ്റ് അമുസ്ലിങ്ങളുടെ പോരാത്തിന് അമുസ്ലിങ്ങളുടെ മറ്റ് ആചാരങ്ങളും എന്നിട്ട് അതായത് മദ്യപാനത്തിന് മദ്യപിക്കുന്നത് വിസ്മയല്ലതോ എന്ന് തർക്കിക്കുന്നത് പോലത്തെ രീതിയിലാണ് ഇന്ന് സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പറയരുത് നല്ലൊരു സ്ഥലത്തെ. മദ്യപാനം എന്ന് പറഞ്ഞാൽ അത് ഹറാമാണെന്നുള്ളത് ലെസ്സുണ്ട്, മനസ്സിലായോ? ഇതിൽ ലെസ്സുണ്ടോ അല്ലെങ്കിൽ ഇസ്തിംബാത്തുണ്ടോ എന്നാ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് രണ്ട് തരത്തിലുണ്ട്. ഒന്നിരിക്കൽ വ്യക്തമായി പഠിപ്പിച്ചത് അല്ലെങ്കിൽ വ്യക്തമായതിൽ നിന്ന് ഇമാമുകൾ ഇസ്തിംബാത്ത് ചെയ്തത്. ഇത് രണ്ടാലൊന്നിന്റെ പരിധിയിൽ വരുന്നുണ്ടോ എന്നാ ചോദ്യം. ഇത് രണ്ടാലൊന്നിന്റെ പരിധിയിൽ വരുന്നുണ്ടോ, അതാണ് ചോദ്യം. അതിന് മറുപടി പറ. കള്ളുകുടി എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് അത് കുല്ലു മുസ്കിരിൻ ഹറാം, അൽ ഹംറു ഹറാം, കൃത്യമായ ഹദീസുകളിൽ വന്ന വിഷയമാണ്. ഇനി വന്നിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെ അത് ഇമാമുകളുടെ വിശദീകരണത്തിൽ അത് ഹറാമായി പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് തെറ്റായത്. പിന്നെ അമുസ്ലിമീങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതല്ല മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്. അതാണ് ഇത്തരം വിശദീകരണങ്ങൾ. ഇതുവരെ ഈ ക്ലാസ് കേട്ടിട്ടുണ്ടാവില്ല. നിലവിളക്ക് കത്തിക്കുക എന്നുള്ളത് തെറ്റല്ല എന്ന് പിന്നെ സാക്ഷാൽ എം എം അക്ബറിന്റെ ക്ലിപ്പ് നമ്മളിവിടെ പ്ലേ ചെയ്ത് വിശദീകരിച്ചതാണ്. എം എം അക്ബർ പറയുമ്പോൾ പിന്നെ ശരിയും സുന്യാൾ ചെയ്യുമ്പോൾ തെറ്റുന്നോ? അങ്ങനെ ഒരു ഇസ്ലാമുണ്ടോ? എവിടുന്ന് കിട്ടിയാൽ നിങ്ങൾ എം എം അക്ബർ പറഞ്ഞത് കേട്ടില്ലേ? ആ എം എം അക്ബർ പറഞ്ഞത് ഞങ്ങൾ വീണ്ടും പ്ലേ ചെയ്യിപ്പിക്കണോ? നിലവിളക്ക് കത്തിക്കുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, വിളക്കിനോട് എതിർപ്പില്ല, നിലവിളക്കിന്റെ ആകൃതിയോട് എതിർപ്പില്ല, നിലവിളക്ക് നിർമ്മിച്ചത് മറ്റുള്ള മതക്കാരാണെന്നുള്ളത് ഞങ്ങൾക്ക് കുഴപ്പമില്ല, അതൊന്നും ഇസ്ലാമിന് വിരോധമല്ല എന്ന് വ്യക്തമായിട്ട് എം എം അക്ബറിന്റെ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞു. അതും നിങ്ങൾ കേട്ടിട്ടില്ല. ഇതിന് എം എം അക്ബർ പറയുമ്പോൾ കുഴപ്പമില്ല, സുന്യാൾ ചെയ്യുമ്പോൾ തെറ്റാണെന്ന. പിന്നെ അമുസ്ലിമീങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അമുസ്ലിമീങ്ങൾ മെഴുകുതിരി കത്തിക്കുന്നില്ലേ? അമുസ്ലിമീങ്ങള് യേശുവിനെ പൂജിക്കാനും ആരാധിക്കാനും അതിന് മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുന്നില്ലേ? അപ്പം നമ്മൾ മെഴുകുതിരി കത്തിച്ചു വെക്കുന്നത് തെറ്റാണ്. അമുസ്ലിമീങ്ങളുടെ അവരുടെ ആ വണക്കവും അവരുടേതായ ശൈലിയും അത് പകർത്തുമ്പോഴാണ് തെറ്റുവരിക. അതല്ലാതെ ആ വിളക്ക് ആ കത്തിച്ചു വെക്കുന്നത് മെഴുകുതിരി ആയിരുന്നതിന്റെ പേരിൽ തെറ്റാവൂല. ഒരു നിലവിളക്ക് മാത്രമല്ല, മെഴുകുതിരി ഉണ്ട് ഇവിടെ. മെഴുകുതിരി എന്നുള്ളത് ക്രൈസ്തവർ അവരുടെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മെഴുകുതിരി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ കുടിയിലൊക്കെ നിങ്ങൾ ശിർക്കാ ചെയ്യുന്നത്? നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങൾ മെഴുകുതിരി കത്തിക്കുന്നില്ലേ? അവിടെ എവിടെ കുഴപ്പമുള്ളത്? അപ്പൊ അതൊക്കെ പൊട്ടത്തരാണ് സുഹൃത്തെ കേട്ടോ. നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതല്ല പ്രശ്നം. അത് കത്തിക്കുക എന്നുള്ളത് പ്രശ്നമല്ല എന്നുള്ളത് നിങ്ങളെ എം എം അക്ബർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പ്രശ്നം? അഗ്നി ആരാധനയുടെ ഭാഗമായിട്ടുള്ള ആചാരം സ്വീകരിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അവിടെയാണ് പ്രശ്നം. എവിടെയാണ് പ്രശ്നം? അവിടെയാണ് പ്രശ്നം എന്ന് എം എം അക്ബർ കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ. അത് അവിടെ മറവ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ ആദരവെന്ന വിളക്ക് കത്തിക്കുമ്പോൾ, അതായത് ഇന്ന് 100-ന്റെ 200-ന്റെ ബൾബ് അല്ലെങ്കിൽ ട്യൂബ്ലൈറ്റുകൾ കത്തുന്നിടത്താണ് വീണ്ടും ഈ നിലവിളക്ക് കത്തിച്ചു വെക്കുന്നത്. വെളിച്ചത്തിന്റെ ആവശ്യത്തിന് കത്തിക്കാമെന്ന് പറഞ്ഞതും ഇതിനോട് ബന്ധിപ്പിക്കുന്നതിന് അർത്ഥമില്ല. ഒരു വെളിച്ചം എന്ന നിലക്ക് കത്തിക്കുന്നതിന് വെളിച്ചത്തിനോട് നമ്മളാരും എതിരല്ല. ഇപ്പൊ കല്ലിനെ നമ്മളാരും എതിർക്കുന്നുണ്ടോ? കല്ലെന്നാണ് കല്ലുകൊണ്ട് വീടുണ്ടാക്കുക, പല കാര്യങ്ങളും ചെയ്യാം. അക്കാലത്ത് കല്ലുകൊണ്ട് രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുമ്പോഴാണ് അവിടെ സുഖം വരുന്നത്. ഇത് ഒരു ആരാധനാ സ്ഥലങ്ങളിൽ ഒരു ആരാധനാ രൂപമായ രൂപത്തിലേക്ക് എത്തിക്കുന്ന രൂപമാണെന്ന് സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ പറഞ്ഞു. അതായത് ജാരം കെട്ടിപ്പൊക്കൽ തന്നെ ഇസ്ലാമില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു വസിയത്ത് കൊടുത്തതാണ്. ചെങ്ങായിച്ച് നിലവിളക്കിനെ പറ്റി മാത്രം ചോദിച്ചാൽ മതി, വിഷയത്തിൽ നിന്ന് മാറല്ലേ. ഒരു വിഷയം നിലവിളക്കിനെ പറ്റി മാത്രമാണ് ഇവിടുത്തെ ചർച്ച. കണ്ടോ എന്താണ് അവിടെ ഇതിലുള്ളത്? നിലവിളക്കും വഹാബി തിരിമറിയും എന്നാണ്. നിലവിളക്കിനെ പറ്റി മാത്രം കബറ് കെട്ടിപ്പൊന്തിക്കലും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഇവിടെ ധാരാളം തവണ ചർവിത ചർവണം നടത്തിയ വിഷയമാണ്. ആ ഡോട്ടൊന്ന് മാറ്റി കൊടുത്തോളൂ. നിലവിളക്കിനെ പറ്റി മാത്രം ചോദിക്കുക. എങ്ങനെയാണ് നിലവിളക്ക് കത്തിക്കുന്നത് ആരാധനയുടെ ഭാഗമാവുക? നിലവിളക്ക് കത്തിക്കുന്നത് മക്ബറയിലാകുമ്പോൾ ആരാധനയുടെ ഭാഗമാകുക. എന്നാ പിന്നെ ഉദ്ഘാടന സദസ്സിൽ അത് ആരാധനയുടെ ഭാഗമല്ലാന്ന് വരൂലേ? മക്കാമിലാകുമ്പോൾ ആരാധനയുടെ ഭാഗമാകും. അല്ലാത്തവർക്ക് മക്കാമിലായതാണോ ആരാധനയുടെ ഭാഗമായത്? ആണോ? മക്കാമിലായതാണോ ആരാധനയുടെ ഭാഗമായത്? അങ്ങനെയാണെങ്കിൽ ഉദ്ഘാടന വേദികൾ ആരാധനയുടെ ഭാഗമല്ലാന്ന് വരൂലേ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഈ നിലവിളക്ക് കത്തിക്കുന്ന ഞങ്ങളോടാ ചോദിക്കുന്നത് നിങ്ങളുടെ നിലപാടെന്താണ്? നിങ്ങളത് ആരാധനയായിട്ടാണോ ചെയ്യുന്നത്? അല്ല. പിന്നെ സമസ്തക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ദുരാരോപണം പച്ച കള്ളം പറഞ്ഞെങ്കിൽ അള്ളാഹു നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കൂലേ? നുണ പറയാനുള്ളത് ഇസ്ലാമിന് അനുവദനീയാണോ? നിങ്ങളെന്തിനാ ഈ നുണ അങ്ങനെ പറയണത്? ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെന്തിനാ പറയുന്നത്? അങ്ങനെ അല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ പറയാം. ആണ് നിങ്ങൾ പറയാം. നിങ്ങൾ മുദ്രയാണ്, തെളിവാണ് പറയണം. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താണ്? 200-ന്റെയും 300-ന്റെയൊക്കെ ബൾബ് ഉണ്ടാവുമ്പോൾ കത്തിക്കുമ്പോൾ അത് ആരാധനയോ? അങ്ങനെ ഒരു നിയമമുണ്ടോ? 200-ന്റെയും 300-ന്റെയും ബൾബ് ഉണ്ടാവുമ്പോൾ കത്തിക്കുന്നത് ആരാധനയാണ് എന്നൊരു നിയമമുണ്ടോ? അതാണ് ആരാധന നിർവചനം. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? മറിച്ച് ഞങ്ങൾ അവിടെ പറഞ്ഞു, നിന്റെ പ്രസംഗം ഞങ്ങളുടെ വിശദീകരണങ്ങൾ ശരിക്കും കേൾക്കണം. ഇവിടെ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടി മാത്രമൊന്നല്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സമ്മേളനങ്ങളിൽ, അതുപോലെ നമ്മുടെ പള്ളികളിൽ, മസ്ജിദ് നബവിയിലൊക്കെ ആയിരക്കണക്കിന് ബൾബുകൾ കത്തുന്നുണ്ട്. അവിടെ വെളിച്ചത്തിന് വേണ്ടിയാണെങ്കിൽ ഒരു മനുഷ്യന് ഒരു കണ്ണിൽ ഒരു വസ്തു വായിക്കാനോ അല്ലെങ്കിൽ ആ സ്ഥലം മനസ്സിലാവാനോ വെളിച്ചത്തിനൊരു പരിധിയുണ്ട്. അതിനപ്പുറം പിന്നെയും ഡബിൾ ആയിട്ട് അവിടെ വെളിച്ചം വിതരണം എന്തിനാണോ? അപ്പൊ വെളിച്ചത്തിന്റെ പരിധിക്കപ്പുറം അവിടെ വെളിച്ചം കത്തിക്കുന്നതിന് അതിന്റേതായ ലക്ഷ്യങ്ങളുണ്ട്. അത് ആരാധനയല്ല. അവിടെ ആരാധനയുടെ ഭാവവുമില്ല, ആരാധനയുടെ മനസ്സുമില്ല, ആരാധനയുടെ ചിന്തയുമില്ല, ഒന്നുമില്ല. ഇല്ലാന്ന് ഞങ്ങൾ പറയാം. നിങ്ങൾ പറയാം ഉണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം പറ്റിയത്. ഞങ്ങൾ പറഞ്ഞു ഇതൊരു മഹാന്റെ ഒരു വലിയന്റെ ഖബറാണ് എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് ഉറഫായിട്ട് കാലങ്ങളായിട്ട് ഉള്ള ഒരു ഉറഫുണ്ട്, ഒരു കീഴ്വഴക്കം. ഒരു വലിയന്റെ ഖബറാണെന്ന് അറിയിക്കാൻ വേണ്ടി അവിടെ വിളക്ക് കത്തിച്ചു. ആ വിളക്ക് കത്തിക്കുക എന്നുള്ളതിന് ഒരു കുഴപ്പമില്ല. അതിനെപ്പറ്റി ആരാധന എന്ന് പറയില്ല. മനസ്സിലായോ? അതിനെപ്പറ്റി ആരാധന എന്ന് പറയില്ല. അവിടെ ആരാധനയുടെ ഭാവവുമില്ല. സുന്നികളായ ആളുകളൊക്കെ അള്ളാഹുവിനെ ആരാധിക്കുന്നുള്ളൂ. ആ മക്കാമിൽ ആ വിളക്കിനെ ആരാധിക്കുന്നില്ല, അവിടെ കിടക്കുന്ന വലിയനെ ആരാധിക്കുന്നില്ല, ഒരാളെ ആരാധിക്കുന്നില്ല. എന്നിട്ട് ആരാധിക്കുക നിങ്ങൾ പറയുന്നത്? നിങ്ങളാണ് പറഞ്ഞാൽ മതിയോ ആരാധിക്കുക എന്നുള്ളത്? എന്തിനാ ഈ നുണ പറയുന്നത്? പച്ചക്കള്ളം പറഞ്ഞു കാണാൻ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കുറ്റം ഇങ്ങനെ വാങ്ങിയേക്കണോ? ഇത് പറച്ചാലെ പേടില്ലേ? വിഷയത്തിൽ ഒതുങ്ങിക്കൊണ്ടുള്ള ചോദ്യം മാത്രമേ ഇവിടെ സ്വീകരിക്കുള്ളൂ. അല്ലാത്ത ചോദ്യത്തിന് പിന്നീട് നമുക്ക് ക്ലാസ് വെക്കാം, അതിലേക്ക് വന്നാൽ മതി കേട്ടോ. മൈക്രോരഹസ്യം. നിങ്ങൾ പറയേണ്ടത് ഇത് ഇന്ന കാരണത്താൽ തെറ്റാണ് എന്ന് ഇസ്ലാമിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറയണം. നിങ്ങളിങ്ങനെ ആരോപിച്ചാ പോരാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിനൊക്കെ ചെറിയ സംശയം ചോദിക്കാറുണ്ട്, വേറെ തട്ടിക്കാനൊന്നുമല്ല. ഞാൻ ഒരു മക്ബറയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ മക്ബറയുടെ ആ വലിയുടെ ജീവിതകാലത്തും അദ്ദേഹത്തിന്റെ മരണശേഷവും അവിടെ ഒരു വിളക്ക് കത്തിക്കാറുണ്ട്. അത് പറഞ്ഞാൽ ഒരു ഉറൂസിന്റെ പ്രത്യേകമായ ഒരു സമയത്ത് മാത്രം ഒരു വിളക്ക് കത്തിക്കും. അതുപോലെ തന്നെ അവിടെ ഒരു സുജൂദും ചെയ്യാറുണ്ട് ആ മക്ബറയിൽ. അപ്പൊ ഞാൻ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോ ആ വലി ഹയാത്തിരിക്കുന്ന സന്ദർഭത്തില് ആ മുരീദന്മാർക്ക് ആ വലി പറഞ്ഞു കൊടുത്തതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എന്താണ് അതിന് സത്യാവസ്ഥ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അതുമാത്രമല്ല, റസൂല പറഞ്ഞിട്ടുണ്ടല്ലോ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു എന്ന്. അപ്പൊ ഈ വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ അവരോടുള്ള ഒരു ചെറിയ സാദൃശ്യത്തിൽ അത് പെടൂലേ എന്ന് മാത്രം ഞാൻ ചോദിക്കുന്നു.
മൈക്കറിൽ ചെയ്തു. അസ്സലാമു അലൈക്കും. അവിടെ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ സുജൂദ് എന്തിന്റെ സുജൂദാണ്? ആദരവിന്റെ ഒരു തഅ്ളീം ചെയ്യുക, ഒരു ബഹുമാനിക്കുക എന്നുള്ള നിലക്കുള്ള സുജൂദാണെങ്കിലും അത് ഹറാമാണ്. ഈ ഉമ്മത്തിൽ അത് ഹറാമാണ്. ബഹുമാനത്തിന് വേണ്ടി നടക്കുന്ന സുജൂദ് ഈ ഉമ്മത്തിൽ ഹറാമാണ്. പൂർവ്വകാല ഉമ്മത്തിന് ഹലാലുമായിരുന്നു. ആദം നബി അലി ഇസ്ലാം മുതൽക്ക് ഈസാ നബി അലി ഇസ്ലാമിന്റെ ശരീഅത്ത് വരേക്കും ഉള്ള കാലത്ത് ബഹുമാന പുരസ്സരമുള്ള സുജൂദ് എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം നിലത്ത് വെച്ചിട്ട് ഊരെ പൊന്തിച്ച് നിൽക്കുന്ന അവസ്ഥനെ പറ്റിയാണ് സുജൂദ് എന്ന് പറയാം. ഒന്നുകൂടി പറയാം, സുജൂദ് എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം നിലത്ത് വെക്കുകയും ഊരെ പൊന്തിക്കുകയും ചെയ്യുന്ന ആ ഒരു ശരീര കൊണ്ട് ചെയ്യുന്ന ആ കർമ്മത്തിനെ പറ്റിയാണ് സുജൂദ് എന്ന് പറയാം. അത് ഇബാദത്ത് എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അത് കുഫ്റാണ്. അത് എല്ലാ ഉമ്മത്തിലും കുഫ്റാണ്. അതേസമയത്ത് നമ്മൾ ബഹുമാനിക്കുക, നമ്മൾ ഒരാൾ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൂലേ ബഹുമാനിക്കാൻ വേണ്ടി, അങ്ങനെ ബഹുമാനിക്കുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അത് ഈ ഉമ്മത്തിൽ ഹറാമാണ്, പൂർവ്വകാല ഉമ്മത്തിൽ ഹലാലുമാണ്. അങ്ങനെയാണ് ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ആളുകളൊക്കെ മുഅ്തമദാക്കിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? പൂർവ്വകാല ഉമ്മത്തിങ്ങൾക്കത് അനുവദനീയമായിരുന്നു, ഹലാലായിരുന്നു എന്നാണ്. അപ്പൊ അത് ഈ ഉമ്മത്തിൽ അത് ഹറാമാണ്, നിരുപാധികം ഹറാമാണ്. ഇബാദത്താണെങ്കിൽ കുഫ്റുമാണ്. അങ്ങനെയാണ് അതിന്റെ മസ്അല. പിന്നെ ഈ വിളക്ക് കൊളുത്താൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞു, അത് അദ്ദേഹം പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് നോക്കണം. വിളക്ക് കത്തിച്ചുകൊണ്ട് അയാളെ ബഹുമാനിക്കുക എന്നതാണെങ്കിൽ, വിളക്ക് കത്തിച്ചുകൊണ്ട് മഖാമിലുള്ള ആളെ ബഹുമാനിക്കുക എന്നതാണെങ്കിൽ ഹറാമാണ്. അതേസമയത്ത് ജനങ്ങളാൽ ബഹുമാനം കിട്ടാൻ വേണ്ടി ഒരു അടയാളം എന്ന നിലയ്ക്ക് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ ഹലാലുമാണ്. അങ്ങനെയാണ് ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. കേട്ടോ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അതുപോലെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് മുരീദന്മാർക്ക് അദ്ദേഹം സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആ തഅലീമിന് വേണ്ടി മൂപ്പർക്ക് സുജൂദ് ചെയ്യൽ അത് ഹറാമാണോ? അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അദ്ദേഹം ജീവിതകാലത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് ആൾക്കാർ സുജൂദ് ചെയ്യുന്നത് നേരിട്ട് കണ്ടതാണ് ഞാനത്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോ ആ വലിയുടെ ജീവിതകാലത്തും തന്നെ ഒരു പ്രശസ്തമായ ഒരു ഒലിയാണ്, നമുക്ക് അംഗീകരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷെ എനിക്ക് ആ വിഷയത്തിൽ ചെറിയൊരു സംശയം വന്നു, അത്രമാത്രമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തഅലീമിന് വേണ്ടി അവിടെ നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമോ? തെറ്റാണത്. തഅലീമിന് വേണ്ടിയുള്ള സുജൂദ് പാടില്ല, തെറ്റാണ് കേട്ടോ. അത് കുഫറാകുമല്ലേ എന്നുള്ളതിലാണ് പിന്നീട് ഇബാദത്തിന്റെ ഉദ്ദേശം കടന്നു വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ആലോചിക്കേണ്ടത്. തഅലീമ് എന്നുള്ള ഉദ്ദേശം മാത്രമാണെങ്കിൽ അത് ഹറാമാണ്, നമ്മുടെ ശരീഅത്ത് പ്രകാരം ഹറാമാണ്. അങ്ങനെ സുജൂദ് ചെയ്യാൻ വേണ്ടി ജീവിതകാലത്ത് തന്നെ അയാൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെങ്ങനെ നമ്മൾ അംഗീകരിക്കുന്ന വലിയാണെന്ന് പറയാ? സമസ്തകാല ജമിയത്തുൽ ഉലമ അംഗീകരിക്കുന്ന വലിയാകൂല, അങ്ങനെ വലിയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും അങ്ങനെ അംഗീകരിക്കുന്നില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് അതന്നെയാണ് അതിന്റെ മറുപടി. സുജൂദ് ചെയ്യാന്നുള്ളത് തെറ്റാണ്, ഹറാമാണ്. സുജൂദ് എന്നുള്ളത്, സുജൂദ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, സുജൂദ് എന്ന് പറയുന്നത് ഇത് നെറ്റിത്തടം നിലത്ത് വെച്ചുകൊണ്ടുള്ള സാഷ്ടാംഗത്തിനെ പറ്റിയാണ് സുജൂദ് എന്ന് പറയാം. അല്ലാതെ ഒരാളെ കാലുമ്മലിപ്പോ ഒരാൾ എന്ത് ചെയ്തു, നിലത്തിരുന്ന് കാല് ചുംബിച്ചു, കാണുന്നവർക്ക് അത് സുജൂദായിട്ട് തോന്നും, പക്ഷെ ശരിക്കും വീക്ഷിച്ചാൽ അത് സുജൂദ് ആകൂല അല്ലേ? എന്താണ് സമസ്ത അംഗീകരിക്കുന്നു ജവകൾ ചാവക്കൽ വലിയെന്നോ? സമസ്ത അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. സമസ്ത അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ വലിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. സമസ്ത അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ വലിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. സമസ്തയുടെ നിലപാടല്ലേ ഞാൻ പറഞ്ഞത്, പിന്നെങ്ങനെ സമസ്ത അംഗീകരിക്കുന്നുണ്ടെന്ന് പറയാം? അത് ശരിയല്ല. പിന്നെ ഒരാളെ ചുംബിക്കുക എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം സ്വഹാബത്ത് ചുംബിച്ചെന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം സ്വഹാബത്ത് ചുംബിച്ചു എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ഇങ്ങനെ കാലിങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന അല്ല. നബി തങ്ങൾ സാധാരണ പോലെ തന്നെ നിൽക്കേക്കാരം അല്ലെങ്കിൽ ഇരിക്കേക്കാരം. ഒരു സ്വഹാബത്ത് കാൽപാദം ചുംബിച്ചില്ലേ? അപ്പൊ അതൊന്നും മഹാന്മാരുടെ കാൽപാദങ്ങൾ ചുംബിക്കുന്നതിനും കുഴപ്പമില്ല. ചുംബിക്കുന്നതിനെ സുജൂദാണെന്ന് തെറ്റിദ്ധരിക്കരുത്.
അവിടെയാണ് ചില ആളുകൾക്കൊക്കെ അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഒരു ചോദ്യം മറ്റേ വാട്സപ്പിലൂടെ വന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ നിലവിളക്കിന്റെ ചർച്ച നടക്കുകയാണല്ലോ. നിലവിളക്ക് ഒന്നുമില്ലാതെ അതിനെ കത്തിച്ചാലും തെറ്റാണെന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പൊ ഒരാൾ ചോദിച്ചാണ്, ഒരാള് പശുവിനെ ആരാധിക്കുന്ന ഹൈന്ദവർ പശുവിന് മാലയിട്ട് കൊടുത്തു. അവരതിനെ ദൈവമായി കണ്ട മാലയിട്ട് കൊടുക്കുന്നതിന് പൂജിക്കുന്നു. അഥവാ അത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് നാം അത് ചെയ്താൽ നമ്മൾ ശിർക്ക് ചെയ്തു. എന്നാൽ ഒന്നുമില്ലാതെ ഒരു പശുവിന് ഒരു മുസ്ലിം മാല ഇട്ട് കൊടുത്താൽ അതിന്റെ വിധി എന്താണ്? എന്ത് ചോദിച്ചാലും അതിന്റെയൊക്കെ വിധി ഫുഖഹാവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പശുവിനെ ആരാധിക്കുന്ന ഹൈന്ദവർക്ക് മാത്രമായുള്ള ഒരു ആചാരമാണോ പശുവിന് മാലട്ട് കൊടുക്കുക എന്നുള്ളത്? അതാദ്യം പരിശോധിക്കേണ്ടതാണ്. പശുവിന് മാലട്ട് പശുവിനേറ്റ് കാട്ടിക്കൂട്ടുന്നതെല്ലാം ഹൈന്ദവാചാരം. പശുവിനൊന്ന് തടവി കൊടുത്താലും പശുവിനെ ഒന്ന് കുളിപ്പിച്ചു കൊടുത്താലും പശുവിന് മാലട്ട് കൊടുത്താലും ഒക്കെ ഹൈന്ദവാചാരമാണോ? ഹൈന്ദവ ആചാരം എന്ന് പറഞ്ഞാൽ പോലെ ഹൈന്ദവർക്ക് മാത്രമായിട്ടുള്ള ആചാരം, അത് ഹൈന്ദവരുടെ പ്രത്യേക ആചാരം എന്നാ. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു റൗദയിൽ ഇബാറത്തിട്ടത് എന്താണ്? ലാ യസ്ദുറു ഇല്ലാ മിൻഹുന്ന, അവരിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിന, അവരിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന പ്രവൃത്തി. അവരിൽ നിന്നും ഉണ്ടാകും, അല്ലാത്തവരിൽ നിന്നും ഉണ്ടാകും. അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമല്ല. അവരിൽ നിന്ന് മാത്രമുണ്ടാകുന്ന ഒരു പ്രവൃത്തി. ഈ മാലട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതാണോ? അങ്ങനൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പശുവിന് മാലട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഏർപ്പാട്. ഇനി മാല എന്ന് പറഞ്ഞാൽ കേവലം മാലയാവാനും പറ്റൂല, അത് അവരുടേതായ മാലയാവും വേണം. അവർ മാലട്ട് കൊടുക്കുന്നത് ഏതൊക്കെ രൂപത്തിലാണ് എന്നും കൂടി നോക്കണം. സാധാരണ ഇപ്പൊ ആടുകൾക്കും പശുക്കൾക്കൊക്കെ കഴുത്തിൽ എന്തെങ്കിലുമൊക്കെ അണിയിച്ചു കൊടുക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നതാണ്. അതേസമയത്ത് ഹൈന്ദവർ ചെയ്യുന്നത് എന്ന് അതിലടങ്ങിയ തത്വം എന്താണ്? ആ പ്രവൃത്തി വീക്ഷിക്കുന്ന ഒരാൾക്ക് അത് ഹൈന്ദവരുടേത് തന്നെയാണ് എന്നെന്താകും കൃത്യമായിട്ട് വിശദീകരിക്കാൻ കഴിയും. ആ രൂപത്തിൽ ഹൈന്ദവരുടേതായ മാലയായിരിക്കണം, അവരിട്ടുകൊടുക്കുന്നത് പോലെയുമാവണം. അങ്ങനെയുള്ളൊരു പ്രക്രിയ ഒരു മുസ്ലിം ചെയ്താൽ ആ മുസ്ലിമിന് ആ പശുവിനോട് ആരാധനാഭാവമൊന്നുമില്ലെങ്കിൽ തന്നെയും അവരുടെ മതത്തിന്റെ പ്രവൃത്തി ഒരു നല്ല പ്രവൃത്തിയാണ് എന്നുള്ളൊരു സംതൃപ്തി അയാളെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ മുർത്തദ്ദാവും. ഇല്ല, അവരുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നതാണെങ്കിൽ അത് ഹറാമാണ്. അതേസമയത്ത് അവിചാരിതവും യാദൃശ്ചികവുമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അത് കറാഹത്തുമാണ്. അതൊക്കെ അവരുടെ ആചാരമാവണട്ടോ. അവരുടെ ആചാരം എന്ന് ഒരു മാലട്ട് കൊടുത്താൽ ഹിന്ദുക്കളെന്താ പറയുക, ഇത് ഞങ്ങളുടെ ആചാരമല്ലാന്ന് പറയാ. പശുവിനിപ്പോ നമ്മളൊരു മാലട്ട് കൊടുത്തു, ഞങ്ങൾക്ക് ഇങ്ങനെ ആചാരം ഇല്ല എന്ന് അവർ പറയാം. അപ്പൊ ആ രൂപത്തിലുള്ള മാലട്ട് കൊടുക്കലാണോ, ഏത് മാലട്ട് കൊടുക്കലാണെന്നൊക്കെ പരിശോധിച്ചിട്ടേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? എന്താണ് നിലവിളക്ക് കൊളുത്തുന്നത് ഹൈന്ദവ ആചാരമല്ലെന്ന് ഇന്നേ വരെ ഒരു ഹിന്ദു സ്വാമിയോ പൂജാരിയോ പറഞ്ഞിട്ടില്ല. പക്ഷേ എം അക്ബർ പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രശ്നേ. നിലവിളക്ക് കൊളുത്തുന്നത് ഹൈന്ദവ ആചാരമല്ലെന്ന് ഇന്നേ വരെ ഒരു ഹിന്ദു സ്വാമിയോ പൂജാരിയോ പറഞ്ഞിട്ടില്ല. എന്നിട്ടും നമുക്ക് ചർച്ച തീരുന്നില്ല. പക്ഷെ എം അക്ബർ പറഞ്ഞുപോയി. എം അക്ബർ പറയുന്നത് നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് എന്തല്ല, ഒരു ഹൈന്ദവ ആചാരമൊന്നുമല്ല. അതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാ പറഞ്ഞത്. എന്താ നമ്മൾ കാട്ടുക? നമുക്ക്
അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ. എനിക്ക് ചോദിക്കാല്ലേ വേറെ. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ ഈ ഉത്സവങ്ങൾക്കൊക്കെ വെടിക്കെട്ടുണ്ടാവും. അതായത് അവരുടെ വിശ്വാസപ്രകാരം അവര് അതുപോലെ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വെടിക്കെട്ട്, അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പോകുന്നത്. നമ്മളെ ആൾക്കാരും ഈ പറഞ്ഞ മുജാഹിദുകൾ വരെ ഒന്നായിട്ട് കുട്ടികളെയും മക്കളെയും വലിച്ചെട്ടി കൊണ്ടുപോകാനാണ്. അത് കണ്ടിട്ടുണ്ട്. മഞ്ചേരി, അവിടെ മഞ്ചേരി അരുവ അമ്പലത്തിലൊക്കെ വെടിക്കെട്ടുണ്ടാവും. ഒരുപാട് ആൾ പോകും. അപ്പൊ അതും തെറ്റല്ലേ? പിന്നെ മറ്റൊരു വിഷയമാണ്, അതായത് പിന്നെ മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾ കാണാൻ പോകുക എന്നുള്ളത്. മറ്റു മതവിഭാഗങ്ങളുടെ ആരാധനകൾ കാണാൻ പോവുക എന്നുള്ളതാണ്. അതിന്റെ മതവിധി എന്താണ്? മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾക്ക് സഹായം നൽകുക എന്നുള്ളത് തെറ്റാണ്. മറ്റു മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾക്ക് സഹായം നൽകുക എന്നുള്ളത് തെറ്റാണ്. മറ്റു മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളിലാണ് വെടിക്കെട്ട്, അതിങ്ങനെ കണ്ടു നിൽക്കുക, അതിൽ സന്തോഷം, അതിലിങ്ങനെ ഒരു സന്തോഷവും ആഹ്ലാദവും ചിരിയൊക്കെ ഉണ്ടാകുക, അത് തെറ്റാണ്. അതേസമയത്ത് മറ്റൊരു വിഭാഗത്തിന്റെ ആചാരമോ ആരാധനയോ കാണുക എന്നുള്ളത് തെറ്റല്ല. കാണാൻ വേണ്ടി പോവുക എന്നുള്ളത് തെറ്റല്ല. അതിൽ പങ്കെടുക്കുക എന്നുള്ള രൂപത്തിൽ അതിൽ കൂടിയാടുക, നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ പഴമക്കാരുടെ ഭാഷയിൽ പറയാം, അതിൽ കൂടിയാടുക, അത് തെറ്റാണ്. മനസ്സിലായില്ല? അതാണ് ഇപ്പൊ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. ഈ അയ്യപ്പൻ ക്ലാസ് അല്ലല്ലോ, അയ്യപ്പൻ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അയ്യപ്പൻ കാവുന്ന വേല, പല സംഭവങ്ങളുണ്ട്. അതിലൊക്കെ നമ്മൾ പോയിട്ട് എന്താണ് അതിന് പറയല്, പിന്നെ തെയ്യം കാണല്, താലപ്പൊലി, ഇങ്ങനെയുള്ള എന്തൊക്കെ കുറെ ഇതുണ്ട്. അതിൽ നമ്മളും ഇങ്ങനെ പങ്കെടുത്തുകാണ്ട് അവരുടെ കൂട്ടത്തില് അവരുടെ അതിൽ ആ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ള രൂപത്തിലാണെങ്കിൽ അത് തെറ്റാണ്, ഹറാമാണ്. അതേസമയത്ത് നമ്മളിപ്പോ അങ്ങനെ വിട്ടുന്ന് വീക്ഷിക്കുമല്ലോ. നമ്മൾ മുജാഹിദീങ്ങളെ പ്രസംഗങ്ങൾക്ക് നമ്മൾ വിട്ടുന്ന് വീക്ഷിക്കുമല്ലോ. അതേസമയത്ത് ഓരോ കൂട്ടത്തില് ആ സദസ്സ് ഭംഗിയാക്കി കൊടുക്കുക എന്നതാണോ ഉദ്ദേശമെങ്കിൽ അത് തെറ്റാണ്. മുജാഹിദീങ്ങളൊക്കെ സദസ്സ് ഭംഗിയാക്കി കൊടുക്കാൻ വേണ്ടി ചേരുന്നതും വീക്ഷിക്കാൻ വേണ്ടി മാറി നിന്ന് വീക്ഷിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഇവിടെയും വരും കേട്ടോ. അജ്ജപ്പം വിളക്ക്, അതന്നെ അജ്ജപ്പം വിളക്ക് തന്നെ പറയില്ല. അസ്സലാമലൈക്കും. അപ്പോ ഉസ്താദെ, ഈ ഇപ്പൊ കോട്ടക്കപ്പൂരം അതിനോടനുബന്ധിച്ച് അവിടെ കുറെ കച്ചവടങ്ങൾ ഉണ്ടാവും. അത് ഈ പൂരം ഉള്ളത് കൊണ്ടും ആള് കൂടുന്നത് കൊണ്ടും മാത്രമുള്ളതാണ്. സ്പെഷ്യലായിട്ട് പൊരി, ഈത്തപ്പഴം, മറ്റേ മുട്ടായി, അപ്പം, അങ്ങനെ കുറെ സാധനങ്ങളുണ്ടാവും. അന്ന് അവിടെ പോയി വാങ്ങലോ? അത് ഈ ഒരു പ്രത്യേക ദിവസം മാത്രമേ കിട്ടുള്ളൂ. ഈ ദിവസം കഴിഞ്ഞൊക്കെ ഇപ്പത്തെ കാലത്തിന്റെ ദിവസം കിട്ടാ, പഴയ കാലത്ത് അന്നേ കിട്ടുള്ളൂ. അപ്പൊ അത് അവിടെ പോയിട്ട് വാങ്ങൽ എന്താണ് അതിന്റെ ഇത്? പൈസ കൊടുത്ത് വാങ്ങണ്, കച്ചവടാണ്. ഞാൻ വിറ്റിട്ടൊന്നുമില്ല, വാങ്ങിയിട്ടുണ്ട്, ഉള്ള പറയല്ലോ, നിങ്ങൾക്ക് സംശയം വേണ്ട. ഉത്സവങ്ങളിലും നേർച്ചകളിലും സമ്മേളനങ്ങളിലും കച്ചവടം നടക്കുക എന്നുള്ളത് ഉത്സവമല്ല, നേർച്ചയല്ല, സമ്മേളനമല്ല. അപ്പോ കച്ചവടം ചെയ്യുന്നവരിൽ നിന്ന് വസ്തുക്കൾ മേടിക്കുക എന്നുള്ളത് സമ്മേളനത്തിൽ പങ്കെടുക്കലല്ല, ഉത്സവത്തിൽ പങ്കെടുക്കലല്ല, മറ്റു കാര്യങ്ങളിൽ പങ്കെടുക്കലല്ല. അതുകൊണ്ട് വാങ്ങുന്നതിന് വിരോധമില്ല. മനസ്സിലായില്ലേ? വാങ്ങുക എന്നുള്ളതിന് വിരോധമില്ല. ഈ വിൽപ്പന, അവിടെ പോയിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുമോ? അത് അവിടെ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചു വന്ന ആളുകൾക്ക് വിൽക്കുന്നതിന് കുഴപ്പമില്ല. അതേസമയത്ത് അവിടെ ഉത്സവത്തിന് വേണ്ടി വന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ഭക്ഷണമൊക്കെ വിൽക്കുക എന്നാണ് ഉദ്ദേശമെങ്കിൽ അത് തെറ്റാണെന്നാണ് നമ്മളെ മദ്ഹബ് പറയുന്നത്. പക്ഷെ അതിൽ തെറ്റില്ല, ആ കച്ചവടത്തിന് തെറ്റില്ല എന്ന ചില വീക്ഷണങ്ങളുണ്ട്, ചില അഭിപ്രായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം നമ്മുടെ പണ്ഡിതന്മാര് അതിൽ കൂടുതൽ അങ്ങട്ട് കാർക്കശ്യം പുലർത്താത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഉസ്താദെ, പിന്നെ വണ്ടി ടാക്സി ഉള്ള സമയത്ത് പിന്നെ ഹിന്ദുക്കള് അവരെ അമ്പലങ്ങളിലേക്ക് പോകുമ്പോ, അതേപോലെ മാലട്ട സമയത്ത് പിന്നെ ശബരിമലക്ക് പോകുമ്പോ പ്രത്യേകമായിട്ട് വലിയ വണ്ടിയൊക്കെ നോക്കി വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അവര് നോക്കിയിട്ട് വണ്ടി നോക്കിയിട്ടാണ് അവര് വിളിക്കുക. അപ്പൊ നമ്മൾ അതിന് പോകുന്നതിന് തെറ്റുണ്ടോ? നമ്മളെ വണ്ടി ടാക്സി വണ്ടി അവർക്ക് വേണ്ടിയിട്ട് അവരാവശ്യത്തിന് ഓടുന്നതിന് തെറ്റുണ്ടോ? ടാക്സി വണ്ടി എന്ന് പറഞ്ഞാൽ ടാക്സി വണ്ടിയുടെ അതിന്റെ ഉപയോഗം അവർക്ക് വിൽക്കുകയാണ്. അതൊരു വിൽപ്പന തന്നെയാണ്. ഒരു ഹൈന്ദവ ആരാധനയ്ക്ക് വേണ്ടി, ഷിർക്കിന്റെ ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന ആളുകൾക്ക് വേണ്ടി വിൽക്കലാണത്. അങ്ങനെ വിൽക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ മദ്ഹബില് പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. കച്ചവടത്തിന് കുഴപ്പമില്ല എന്ന ഒരു വീക്ഷണം ചില കിതാബുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വീക്ഷണ വ്യത്യാസമുള്ള പല വിഷയത്തിലും നമ്മുടെ പണ്ഡിതന്മാർ കർശനത്വം പുലർത്താറില്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്വു ചെയ്തുകൊള്ളുമെന്നുള്ള പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ലേ എന്ന രൂപത്തിൽ പലപ്പോഴും മൗനം പുലർത്താറുണ്ട്. അല്ലെ? ആ ഒരു മൗനമാണ് ഈ വിഷയത്തിലും പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലേ? നെറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട്. അതേപോലെ ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ കുറെ ഞാൻ കണ്ടിട്ട് ഇപ്പൊ കുടിയില്ല, ഈ കുടിയിരിക്കലിനെ കുടിയിരിക്കൽ എന്നപ്പോ നമ്മളവിടെ പറയുന്നത് ഇപ്പൊ കുറ്റൂസ എന്താ പറയും, അതിനാണ് ഒരു അരി ഉപ്പ് ഇതൊക്കെ പാടായിട്ട് മുസാഫൊക്കെ ആയിട്ട് കയറണം. അപ്പൊ ആ വളക്കത്തിച്ച് കയറണം. അതിന്റെ വിധി എന്താ? വിളക്ക് കത്തിക്കുക എന്നുള്ളത് ഒരു അന്യമതസ്ഥരുടെ ആചാരമാണോ? അങ്ങനെയുള്ള കുറ്റൂസകളിൽ വിളക്ക് കത്തിക്കുന്നത് അന്യമതസ്ഥർക്ക് മാത്രമായ ആചാരമാണോ എന്ന് പരിശോധിക്കാതെ അതിനെപ്പറ്റി മറുപടി പറയാൻ പറ്റില്ല. അസ്സലാമു അലൈക്കും. ചോദ്യക്കാർ ജഞ്ഞി മൻഹജാണ് കൂട്ടത്തിലാണ് മുങ്ങി. പിന്നെ ജാഫർ മഞ്ഞിലിന്റെ ചെറുപ്പകാലത്ത് കറണ്ട് ഇല്ലാന്നിട്ട് പഴയ കാലത്ത് വെളുക്കത്തിലേ കയറുള്ളൂ. അത് ആചാരം കൊണ്ടല്ലേ, വെളിച്ചം കാണാനാ. അതാ സുബീന്റെ മുന്നേ. ഇപ്പത്തെ കാലത്തൊന്നും ഇപ്പൊ അരിയും ഇപ്പറ്റി നടക്കൊന്നുമില്ല. വ്യത്യാസം കാലഘട്ടം മാറിക്കണം. അത് ആചാരമായിട്ട് പോകുന്നല്ലേ. അത് ഇപ്പൊ നമ്മളൊക്കെ അത് ചെറുപ്പത്തിലാണെന്നല്ലേ സുബീന്റെ മുന്നേ വെളുക്കത്തിച്ചു. അത് വെളിച്ചം കാണാനുള്ള ലക്ഷ്യത്തിലായിക്കാരം. മറ്റോ നമ്മള് കണ്ടിട്ടില്ല. ഞാൻ ഈ കണ്ണൂരൊക്കെ ഭാഗത്തുണ്ടാ മുസ്തഫ അങ്ങനെ പുതിയ കുടിയിരുന്ന ആൾക്കാർക്ക് അറിയാം. അള്ളാഹു ഉസ്താദൊക്കെ കുറെ കുടിയിരിക്കലിന് പോകണ്ടല്ലോ, ഉസ്താദിനെ അറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ 11:30 മുമ്പായിട്ട് ആരംഭിച്ച നമ്മുടെ പരിപാടി 2:30 മണിയായി. എന്റെ 38 ഇവിടെ. അപ്പോ ഇനിയിപ്പോ നമ്മൾ പരിപാടി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമല്ലല്ലോ. ഏതായാലും ഈ വിഷയത്തിലുള്ള നമ്മുടെ നിലപാട്, നമ്മുടേന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ഡിതന്മാരുടെ നിലപാട്, അത് വളരെ കൃത്യമാണ്, ചിന്തനീയമാണ്, വളരെ ആലോചനാപൂർവം തന്നെ പറഞ്ഞ കാര്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ക്ലാസ് സംഘടിപ്പിച്ചത്. നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതിനോട് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് മുജാഹിദ് പക്ഷത്തിന്റെ ഔദ്യോഗിക വക്താവ് തന്നെ അമുസ്ലിമീങ്ങളോട് തന്നെ മറുപടി പറഞ്ഞതിന്റെ ക്ലിപ്പ്, അത് പഴയ ക്ലിപ്പായിരിക്കാം, പുതിയ ക്ലിപ്പായിരിക്കാം. ഒരാള് PM-ലൂടെ ചോദിച്ചിരുന്നു, അതൊക്കെ പഴയ ക്ലിപ്പല്ലേ? അത് വല്ലാത്തൊരു അർത്ഥഗർഭമായ ചോദ്യമാണത്. അതായത് മുജാഹിദുകളുടെ പഴയ ക്ലിപ്പുകളൊന്നും ഇപ്പൊ പ്രസക്തല്ല,
ഇപ്പൊ മുജാഹിദിന്റെ മതത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അത് ശരിയാണ്. കാരണം 2002 അവരുടെ തൗഹീദ് ആകെ മാറി മറിഞ്ഞു. 2007 വിജനമായ സ്ഥലത്തൊക്കെ ആകുമ്പോഴുള്ള തൗഹീദിന് മാറ്റം വന്നു. 2012 ആകെ തൗഹീദ് കുത്തി ഒലിച്ചുപോയി. ഇപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ട് ഗീർവാണം മുഴക്കിയിരുന്ന സക്കരിയ സ്വലാഹി എവിടെയാണ് ഇപ്പൊ ഉള്ളത് എന്ന് സക്കരിയ പക്ഷത്തിന്റെ ഔദ്യോഗിക ഒരു ശക്തനായ അനുഭാവിയോട് മിനിഞ്ഞാന്ന് ഞാൻ ടെലിഫോണിലൂടെ ചോദിച്ചു, എവിടെ ഇപ്പൊ നിങ്ങളെ സക്കരിയ സ്വലാഹി ഉള്ളത്? അയാൾ എന്നോട് പറഞ്ഞ മറുപടി എവിടെ ഉള്ളത് എന്നിപ്പോ എനിക്കും അറിയില്ല. ഞാനും അദ്ദേഹം തമ്മിൽ വളരെയധികം ആശയപരമായിട്ട് സംവദിക്കുന്ന, ടെലിഫോണിലൂടെയും നേരിട്ടും വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ നിരന്തരമായി സംസാരിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എവിടെയെന്നുള്ളത് നമുക്ക് അറിയില്ലാണ്. അപ്പൊ ഈ രൂപത്തിൽ പഴയ ക്ലിപ്പും പുതിയ ക്ലിപ്പും എന്ന് പറയുമ്പോൾ അത് സംഗതി ഒരു അർത്ഥഗർഭമായ ചോദ്യം തന്നെയാണ്. നിങ്ങളിപ്പോ ഈ ക്ലാസ് എടുത്തത് പഴയ ക്ലിപ്പ് വെച്ചിട്ടല്ലേ? അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പത്തെ കാലത്ത് ഞങ്ങളോട് അത് പറയാൻ പറ്റുമോ? എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ഇപ്പത്തെ കാലത്ത് ഞങ്ങളോട് പറയാൻ പറ്റുമോ? അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് അല്ലല്ലോ ഇപ്പൊ പറയുന്നത്. ഞങ്ങളുടെ മതം എന്ന് പറഞ്ഞാൽ അപ്ഡേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഓരോ കാലഘട്ടത്തിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പലപ്പോഴും നമ്മൾ സിസ്റ്റം തുറന്നിട്ട് നമ്മൾ ഈ നെറ്റ് സെറ്റർ കുത്തി കൊടുത്തുകാണ്ട് നെറ്റ് ഓണാക്കി കഴിഞ്ഞാല്, കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ കാണാം ഓരോ സൈറ്റുകൾ വരുന്നത് കാണാം, ഇന്നത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. അത് ചിലത് ഫ്രീ അപ്ഡേഷൻ ഉണ്ടാവും, ചിലത് പൈസ നഷ്ടമാകുന്ന ഡൗൺലോഡിംഗ് ഉണ്ടാവും, പല രൂപത്തിലുള്ളതും വരാറുണ്ട്. അപ്പൊ എന്നതുപോലെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ അപ്ഡേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സ്ഥിതിക്ക് നമ്മളിപ്പോ എന്നിട്ട ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, അതിപ്പോ സുന്നിസാണ് ആ ക്ലിപ്പ് ഡൗൺലോഡ് ചെയ്തത്. അങ്ങനെ അത് നമ്മള് ഫസൽ ഫാസൂന് കൈമാറി, ഫസൽ ഫാസൂന് പ്ലേ ചെയ്തു. അങ്ങനെയൊക്കെയാണെങ്കിലും മുജാഹിദുകൾ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും, എന്താണ് ഈ പൊട്ടന്മാര്, ഇതൊക്കെ നമ്മളെ പഴയ അഭിപ്രായമല്ലേ? നമ്മളെ പഴയ അഭിപ്രായമാണോ ഇപ്പൊ ഈ സുന്നിയാക്ക് ഇത്ര പറയാനുള്ളത്? അതൊക്കെ കാലം, അതൊക്കെ അന്ധകാലത്തുള്ള വിശ്വാസമല്ലേ? ഇന്നത്തെ കാലത്ത് ഞങ്ങളത് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊരു പക്ഷേ അവർക്ക് അങ്ങനെയൊക്കെ അവർ ഊര് ചിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിലേക്ക് മുന വെച്ചുകൊണ്ട് ചോദിച്ച ഒരു PM ആയിരുന്നു. അത് പബ്ലിക്കിലും അദ്ദേഹം ടെസ്റ്റ് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ. അതൊക്കെ പഴയ ക്ലിപ്പല്ലേന്ന്. അതെ, പഴയ നിയമം, തൗറാത്തിന്റെ മാതിരി പഴയ തോറ പുതിയ തോറ എന്നൊക്കെ പറഞ്ഞിട്ട് ജൂതന്മാർക്ക് പല പുസ്തകങ്ങളും ഉണ്ടല്ലോ. എന്ന മാതിരി പഴയ തൗഹീദും പുതിയ തൗഹീദൊക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഈ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോ അവരിങ്ങനെ ഊറി ചിരിക്കുന്നുണ്ടാവും, എന്താണ് ഈ ചങ്ങാതിമാര്, നമ്മളെ പഴയ അഭിപ്രായങ്ങളാണല്ലോ ഇപ്പൊ ഇവര് പറയാൻ തുടങ്ങുന്നത് എന്നൊക്കെ ഒരു പക്ഷെ അവർ പറയുന്നുണ്ടാവും. അങ്ങനെ അവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അവരത് തുറന്നു പറയട്ടെ. MM അക്ബർ തുറന്നു പറയുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അതുവരെ ഈ ക്ലിപ്പ് സജീവമായിട്ട് നിലനിൽക്കും. ഈ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യലോടുകൂടി തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് ഇന്റർനെറ്റ് ലോകത്ത് അത് എന്തായി കഴിഞ്ഞു, അത് വ്യാപരിച്ചു കഴിഞ്ഞു. ഇനി അത് ചർച്ച ചെയ്യപ്പെടും, മുജാഹിദുകൾ ശ്രദ്ധിക്കും, അതിന്റെ പ്രതികരണം അവരിൽ ഉളവാകും. ഒരുപക്ഷെ മറ്റൊരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ നയിക്കാൻ അത് കാരണമാകും. ഇതിനൊക്കെ അസ്ഥിവാരമിട്ടത് എന്താണ്? അവരുടെ ആദർശപരമായ പാപ്പരത്വവും അടിസ്ഥാനരഹിതമായ തൗഹീദുമാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. ഏതായാലും ഈ വിഷയത്തെ വളരെയധികം ശ്രദ്ധിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും പണ്ഡിത സഹോദരങ്ങൾക്കും അകലെ നിന്നും അടുത്തു നിന്നൊക്കെ ഈ വിഷയങ്ങളൊക്കെ വിശകലനം ചെയ്ത് നിരീക്ഷിച്ച മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്രതിഫലം രണ്ട് ലോകത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. അർഹമുർ റഹ്മാനായ രാജാതിരാജനായ റാസിക്കായ ഖാലിക്കായ തമ്പുരാൻ നമ്മുടെ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമായ രഹസ്യവും പരസ്യവുമായതായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നമ്മളെ തൊട്ട് മാപ്പാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളൊക്കെ എല്ലാം നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, നമുക്ക് ഇൽമു പകർന്നു തന്ന നമ്മുടെ ഗുരുനാഥന്മാര്, നമ്മുടെ സഹോദര സഹോദരിമാര്, നമ്മുടെ ഭാര്യമാര്, മക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ എല്ലാവർക്കും അല്ലാഹു തആല മാപ്പ് ചെയ്തു കൊടുക്കട്ടെ. രോഗങ്ങളാലും മറ്റു ഒരുപാട് പ്രയാസങ്ങളാലും കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും യാതനകളും വേദനകളും
അള്ളാഹു താല അവർക്കൊക്കെ അതിനെ തൊട്ടൊക്കെ അള്ളാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ശാരീരികമായും മാനസികമായിട്ടൊക്കെ തളർച്ച ബാധിച്ചുകൊണ്ട് കിടക്കുന്ന കിടപ്പിലായ എല്ലാ ആളുകൾക്കും അള്ളാഹു താല പൂർണ്ണ വളർച്ചയും ബുദ്ധിശക്തിയും അറിവും തന്റേടവും അള്ളാഹു താല പ്രദാനം ചെയ്യുമാറാവട്ടെ. വിദേശങ്ങളിലും നാട്ടിലുമൊക്കെ വലിയ ജോലി ചെയ്തുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ അഹലുകാരെയും കുടുംബത്തിന്റെയും സംരക്ഷണം അള്ളാഹു താല ഏറ്റെടുക്കുമാറാവട്ടെ. അള്ളാഹുന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിന് ഇറക്കിക്കൊടുത്തുകൊണ്ട് അവരുടെയൊക്കെ വീടുകൾ അള്ളാഹു താല കാരുണ്യം കൊണ്ട് നിറച്ചു കൊടുക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിലൂടെ വിജയം വരിക്കാൻ അള്ളാഹു താല നമുക്കും അവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടാതിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിന്റെ അമലുകളൊക്കെ ചെയ്ത് പൂർണ്ണ മുഅ്മിനീങ്ങളായിട്ട് തിരിച്ചു വരാനും മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും അള്ളാഹു താല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ദൈനംദിനമായ എല്ലാ ഇബാദത്തുകളും അമലുകളും എല്ലാം അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ത്വാഅത്തിലായിട്ട് അവരെ ഭയപ്പെട്ട് അവന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തുമുഅ്മിനീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ സംവിധാനം ഒരുക്കി തന്ന നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഈ പ്രവർത്തനത്തെ എത്ര ശ്ലാഘിച്ചാലും മതിയാകൂല. എന്തുകൊണ്ടെന്നാൽ ഈ നിലവിളക്കുമായി ബന്ധപ്പെട്ട് 4ാമത്തെ ക്ലാസ്സാണ് ഈ ഉള്ളവൻ നടത്തുന്നത്. അതിൽ 3 ക്ലാസുകളും ലോകത്തോട് സംപ്രേഷണം ചെയ്യാൻ വേണ്ടി സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഈ സഹായം അല്ലാഹുവേ അതിന്റെ പ്രവർത്തകർക്ക് നീ സഹായം ചെയ്തു കൊടുക്കണേ റഹ്മാനെ. അവരിത് നിലനിർത്തുവാൻ വേണ്ടി സാമ്പത്തികമായിട്ടും അതുപോലെ പല രൂപത്തിലും അവർ പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവയുടെ സമ്പത്തുകൾക്ക് നീ വർധനവും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകണേ റഹ്മാനെ. അവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അവരുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ റഹ്മാനെ. അവരുടെയൊക്കെ മാതാപിതാക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഇബ്ലീസിന്റെയും സിഹറിന്റെയും ഹസദിന്റെയൊക്കെ ഷെറിൽ നിന്ന് റബ്ബേ അവരെയും ഞങ്ങളെയും നീ കാക്കണം റഹ്മാനെ. ദീന് പറയാനുള്ള കഴിവ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഏതൊരു വിഷയം ഞങ്ങളുടെ മുന്നിൽ വന്നാലും അതിന്റെ കിതാബിയായ ഇബാറത്തുകൾ ഏത് ഭാഗത്താണുള്ളതെങ്കിൽ അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണിച്ചു തരണം റഹ്മാനെ. റബ്ബേ ഓരോ വിഷയം വരുന്ന സന്ദർഭത്തിലും എതിരാളികൾ ഞങ്ങളെ എതിർക്കാൻ വേണ്ടി പല വിഷയങ്ങൾ കൊണ്ടുവരുന്ന സന്ദർഭത്തിലും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ദീനിയായ അപകടങ്ങളിൽ നിന്ന് ജനങ്ങളെ തടുത്തു നിർത്താൻ റബ്ബേ ഞങ്ങളെ ആ നിലക്കുള്ള ഉഖ്റവിയായ ആലിമീങ്ങൾ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിഷത്തിലും ദുനിയാവിന് വേണ്ടി ഞങ്ങളെ ഇൽമിനെ വിൽക്കാനോ ദുനിയാവിന് വേണ്ടി ഞങ്ങളെ അമലിനെ മാറ്റിവെക്കാനോ ഉള്ള ഒരവസ്ഥ റബ്ബേ ഞങ്ങൾക്ക് നീ നൽകില്ല തമ്പുരാനെ. അർഹമർ റഹ്മാനായ റബ്ബേ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അതുപോലെ ജോലിയില്ലാത്ത ആളുകൾ, മക്കളില്ലാത്ത ആളുകളുണ്ട്, ഇങ്ങനെ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകളെ നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല. ഒരു സഹോദരൻ ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവത്തിനായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആ സഹോദരന്റെ ഭാര്യയുടെ പ്രസവത്തെ നീ എളുപ്പത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. ആ സഹോദരന്റെ ഭാര്യയിലൂടെ ജനിക്കുന്ന ആ കുട്ടിയെ ആരോഗ്യമുള്ള സ്വാലിഹായ ഒരു കുട്ടിയായി റബ്ബേ നീ ആ സഹോദരനും സഹോദരിക്കും നീ നൽകണം റഹ്മാനെ. വിവാഹത്തിന്റെ സമയം എത്തി നിൽക്കുന്ന സഹോദരിമാർക്ക് റബ്ബേ അനുയോജ്യമായ കുടുംബത്തിനും മനസ്സിനും ഇണങ്ങുന്ന രൂപത്തിലുള്ള വധൂവരന്മാരെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ ഹിദായത്തിനെ ഞങ്ങൾ നീ നിലനിർത്തണം റഹ്മാനെ. നീ ഏറ്റെടുത്ത നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അർഹമർ റഹ്മാനായ റബ്ബേ നീ ആഫിയത്ത് നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ അഹലുകാരെയും നീ പെടുത്തണം റഹ്മാനെ. റബ്ബേ നീ വിധിച്ചതായ എല്ലാവിധ ശർറ് മുസീബത്തിൽ നിന്നും എല്ലാവിധ ബലാഇ അടങ്ങേറിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണം റഹ്മാനെ. അർഹമർ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ സാദാത്യങ്ങൾ, മുത്തഖീങ്ങളായ ഞങ്ങളുടെ ഉലമാക്കൾ, അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് നേരെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ഒളിയമ്പുകളായിട്ടും നേർക്കുനേരെയുള്ള അമ്പുകളുമായിട്ടും അതിനെ തകർക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന എല്ലാ ശക്തികളെയും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. ഖിയാമത്ത് നാൾ വരെ ഈ സംഘശക്തിയെ, ഈ സാർത്ഥവാഹക സംഘത്തെ റബ്ബേ ദീനിന്റെ നിലനിൽപ്പിനായി നീ നിലനിർത്തണം റഹ്മാനെ. കേവലം സംഘടനാ നിലനിൽപ്പ് ഞങ്ങളുടെ ലക്ഷ്യമല്ല. സംഘടനാപരമായ ഒരു നിലനിൽപ്പോ സംഘടനാപരമായിട്ടുള്ള ഒരു ശക്തിയോ അല്ല ഞങ്ങൾ റബ്ബേ നിന്നിൽ നിന്ന് ചോദിക്കുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്തുവാൻ ആവശ്യമായ
സംഘടിതമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് റബ്ബേ ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനു വേണ്ടി ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്താനും ഉപയോഗപ്പെടുത്താനും ഉപകാരപ്പെടുത്താനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചെയ്യണം റഹ്മാനെ. നിന്റെ അദാബ് മുസീബത്തിൽ ഞങ്ങൾ നീ കാക്കണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഞങ്ങളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കണം റഹ്മാനെ. മരിക്കുമ്പോൾ തൗഹീദിന്റെ വചനം ഉരുവിട്ടുകൊണ്ട് മരിക്കുന്നവരിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. ഖബറിലുള്ള ജീവിതം ഞങ്ങൾക്ക് നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. നിന്റെ അർശിന്റെ തണല് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. നിന്റെ ഹബീബിന്റെ ചാരത്ത് ചെല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഖബർ ശിക്ഷയെ തൊട്ടും അതുപോലെ നരകത്തിന്റെ അദാബിനെ തൊട്ടും ഞങ്ങൾക്ക് നീ കാവൽ നൽകണം റഹ്മാനെ. നിന്റെ സുഖലോക സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണം റഹ്മാനെ. നിന്റെ ഹബീബിനെ ജീവിതത്തിലും പരലോകത്തും പലവട്ടം കണ്ടുകൊണ്ട് റബ്ബെ മനസ്സ് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ ലിഖാഇലേക്ക് ഞങ്ങൾ നീ എത്തിക്കണം റഹ്മാനെ. നിന്റെ റിളാ നിന്റെ പൊരുത്തത്തിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണം റഹ്മാനെ. സുന്നത്തി ജമാഅത്തിന്റെ അഖീദ ഞങ്ങളുടെ ഖൽബിൽ നീ ഊട്ടിയുറപ്പിക്കണം റഹ്മാനെ. ബിദ്അത്തിനെയും ദലാലത്തിനെയും ചെറുത്തു തോൽപ്പിക്കുവാൻ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ സംഘടിത പ്രവർത്തനത്തെയും നീ സഹായിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷാദ് സാഹിബ് ഇല്ലടാ, സുന്നീസം വന്നിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ആങ്ങളെ മൈക്ക്. ഞാൻ മൈക്കിൽ വരാനൊന്നുമില്ല, കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് വളരെ പണ്ഡിതോചിതമായ കൃത്യമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രത്യേകിച്ച് ഷാഫി മസ്ഹബിന്റെ അർത്ഥത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വളരെ മനോഹരമായി ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ദാരിമി ഉസ്താദ് വിശദീകരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യരായ നേതാക്കന്മാർ, സാരഥികൾ, നമ്മുടെ മാർഗദർശികളായ ഉസ്താദുമാർ അവരുടെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് അവരൊക്കെ നടത്തുന്ന വിശദീകരണങ്ങളിൽ അല്പബുദ്ധികളായ നമ്മളൊക്കെ അപാകതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഉള്ള ബുദ്ധിക്കനുസരിച്ച് ഫേസ്ബുക്കിൽ ആർക്കും ഏത് സമയവും എന്ത് കമന്റും വിടാം എന്നുള്ളത് കൊണ്ട് ഈ രൂപത്തിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് 24 മണിക്കൂർ പോലും അവരുടെ ഫേസ്ബുക്ക് മെസ്സേജുകളെ നിലനിർത്താൻ കഴിയില്ല എന്ന് കൃത്യമായി നമുക്ക് ബോധ്യമായിരിക്കുകയാണ്. കാരണം വളരെ കൃത്യമായിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരൊരു കാര്യം പറയാം. അത് എത്രമാത്രം പക്വമായ ഒരു പ്രഖ്യാപനമായിരുന്നു എന്ന് അൽഹംദുലില്ലാഹ് നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന രൂപത്തിൽ ഇന്ന് നടന്നു വരുന്ന നിലനിൽക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ ഉള്ള നിലവിളക്ക് കൊളുത്തൽ അത് അനിസ്ലാമികമാണ്. എത്രമാത്രം പക്വമാണ്. കൂടുതലൊന്നും കൂട്ടിപ്പറയാതെ ഒന്നും കുറക്കാതെ എല്ലാം
ചെറിയ വാക്കുകളിൽ, കുറഞ്ഞ വാക്കുകളിൽ അതിവിശാലമായ അർത്ഥമൊതുക്കിക്കൊണ്ട് വിശദീകരിക്കാൻ നമ്മുടെ നേതാക്കന്മാർ, പറയാൻ നമ്മുടെ നേതാക്കന്മാർക്ക് കഴിഞ്ഞത് അൽഹംദുലില്ലാ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ അതിന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അതിനേക്കാൾ അതിബുദ്ധി കാണിക്കുന്ന ആളുകൾക്കൊക്കെ അതിബുദ്ധി അപകടം എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അതാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ചില ആളുകൾ അതിബുദ്ധിമാന്മാരായ ചില ആളുകൾ ചില വിക്രിയകളൊക്കെ കാണിക്കുമ്പോൾ അത് കണ്ട് അതുപോലെ അതിന് പഠിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ചില ആൾക്കാരെ, ചില അതിബുദ്ധിമാന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ചില വിക്രിയകളൊക്കെ കാണിക്കുമ്പോൾ അതുപോലെ അങ്ങനെ ഉണ്ടാവുക. ഏതൊരാൾക്കും ഞാനും അതിബുദ്ധിമാനാണല്ലോ എന്നൊരു തോന്നല്. അതിനേക്കാൾ വലിയ അപകടത്തിലാണ് പെട്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ കേട്ട ഒരു സംഭവമുണ്ട്, കുവൈത്ത് കരാറിന്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. വിശദീകരിച്ചപ്പോൾ കൂടുതൽ അബദ്ധത്തിലാകുക ചെയ്തത്. അങ്ങനെയാണ്. അബദ്ധം വിശദീകരിച്ചാൽ, അബദ്ധത്തെ ന്യായീകരിച്ചാൽ അത് ഒക്കെ റിമൂവ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്ത് മാന്യമായൊരു സമീപനം സ്വീകരിക്കുക. അല്ലെങ്കിൽ ചെയ്തത് തെറ്റാണ്, ഞാൻ അങ്ങനെ ഇട്ട് തെറ്റാണ്, ആരെങ്കിലും അത് വായിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് പറയാം. അതിലപ്പുറമൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റുകളെ അത് ശരിയാണ് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ ആദ്യത്തത് ഒഴിവാക്കി രണ്ടാമത്തത് കൂടുതൽ വ്യാഖ്യാനങ്ങൾ നൽകി കൂടുതൽ വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വൃത്തത്തിന് പുറത്തു പോയിക്കൊണ്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ അപകടങ്ങളാണ് വരുത്തി തീർക്കുക എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് അള്ളാഹുവിന്റെ ഔലിയാക്കളാൽ സ്ഥാപിതമാണ്. അതിന്റെ സംരക്ഷണം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കൈകളിൽ തന്നെയാണ്. ആര് അതിന് ഇന്ന് നേതൃത്വം കൊടുത്താലും ഇനി എന്ന് നേതൃത്വം കൊടുത്താലും അതിന്റെ ഒക്കെ പിന്നിൽ അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുന്നിൽ നടന്നുപോയ മഹാരഥന്മാരായ വലിയ വലിയ മഹാമനീഷികളാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ചെറിയ ബുദ്ധിക്ക് തോന്നിയ വലിയ വലിയ ചിന്തകൾ മഹാന്മാര് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ 1000 ആവർത്തി ചിന്തിച്ചുകൊണ്ട് അത് അംഗീകരിക്കലായിരിക്കും കൂടുതൽ ഭംഗി എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്ക് അതൊക്കെ എടുത്തുകൊണ്ട് അത് ശരിയാണെന്ന രൂപത്തിൽ അതൊക്കെ പ്രചരിപ്പിക്കുകയും മറ്റും ഒക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതും വലിയ അപകടമാണ് എന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ നിർത്തി കാര്യങ്ങളൊക്കെ യഥാസമയങ്ങളിൽ വളരെ കൃത്യമായ വിശദീകരണങ്ങളുമായി നമുക്ക് മുമ്പിൽ എത്തുന്ന ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളോടൊക്കെ വളരെ സൗഹൃദപരമായി ഒരു സ്നേഹിതരെ പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാനും മനസ്സിലാക്കാനും അതൊക്കെ വളരെ പക്വമായി ഇസ്ലാമികമായ ഏത് കാര്യങ്ങളാണെങ്കിലും അത് അതിൻ്റെതായ രൂപത്തിൽ തന്നെ വളരെ വളരെ നല്ല രീതിയിൽ അത് വിശദീകരിച്ചു തരാനുമൊക്കെ ഉസ്താദ് എന്നും നമ്മോട് കൂടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കാലം, വലിയൊരു ദീർഘകാലം തന്നെ ഈ പരിശുദ്ധ ദീനിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകാനുള്ള തൗഫീഖിനെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇതൊക്കെ ഒരു പിതൃ സുഹൃതമാണ് എന്ന് പറയാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭ്യുന്നരായ ഉപാധ്യക്ഷർ ബഹുമാനപ്പെട്ട ശൈഖുന MT അബ്ദുള്ള മുസ്ലിയാർ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ. അവരൊക്കെ നിസ്വാർത്ഥമായി സമൂഹത്തിനെ സേവിച്ചതുകൊണ്ട് അല്ലാഹു അവർക്കൊക്കെ നൽകുന്ന സുഹൃതങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിൽ ഭാവിയിൽ നമുക്ക് നമ്മുടെ തലമുറകൾക്കുമൊക്കെ നേതൃത്വം നൽകുന്ന വലിയ മഹാപണ്ഡിത കേസരിമാരെ അല്ലാഹു സംഭാവന ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഏത് വിഷയമുണ്ടെങ്കിലും നമ്മളെ നേതാക്കന്മാരൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചിന്തിക്കുക. അതിന്റെ മേലെ നമുക്കൊക്കെ തോന്നും. ഇപ്പൊ എനിക്കും ചിലപ്പോൾ തോന്നുവോ എന്തൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നതാണല്ലോ ശരി എന്നൊക്കെ ചിലപ്പോൾ തോന്നിക്കൂടായില്ല. അതൊക്കെ സ്വാഭാവികമാണ്. മനുഷ്യന് ഈ തോന്നല് നമുക്കൊക്കെ അത്യാവശ്യം ഉണ്ട് എന്നൊരു തോന്നല് നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നമ്മളൊക്കെ ഭയങ്കര ആലിമീങ്ങളാണെന്നൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ തോന്നിക്കൂടായില്ല. പക്ഷെ അത് തോന്നുമ്പോൾ ഞാൻ എപ്പോഴും
ഈ പ്രിയപ്പെട്ട നമ്മുടെ MT അബൂബക്കർ ദാരിമി ഉസ്താദിൽ കാണുന്ന ഒരു ഗുണം അതാണ്. എന്ത് കാര്യങ്ങളാണെങ്കിലും ഉസ്താദുമാര് പറഞ്ഞതാണെങ്കിൽ അതായിരിക്കും ശരി എന്ന ഒരു നിലപാടിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ എപ്പോഴും ഉസ്താദ് തയ്യാറാകും. ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് തയ്യാറായാലുണ്ട്. അതിനപ്പുറം ചിന്തിക്കാതെ അതായിരിക്കും ശരി. കാരണം അത് ശരിയല്ലാത്തൊരു സംഭവം അതുമായി ബന്ധപ്പെട്ട് വരാനൊരു ചാൻസും ഇല്ല. അങ്ങനെ വിശ്വസിക്കാൻ അതൊരു തൗഫീഖാണല്ലോ. അത് നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞത് അവർ നമ്മളെക്കാൾ ദീർഘവീക്ഷണമുള്ള ആളുകളാണ്, നമ്മളെക്കാൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ് എന്ന് ഉള്ളത് കൊണ്ട് തന്നെ അവര് പറയുന്നതായിരിക്കും ശരിയെന്ന് അത് വല്ലാത്തൊരു തൗഫീഖാണ് അല്ലേ. പല ആളുകൾക്കും ഇല്ലാത്തൊരു കാര്യമാണത്. പല ആളുകൾക്കും ഇല്ലാത്തൊരു കാര്യമാണ് ആ ഒരു തൗഫീഖ്. അവർ പറയുന്നതായിരിക്കും ശരി. അതിനേക്കാൾ വലിയൊരു ശരി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശരി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി അതിന്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുക. അങ്ങനെ അതൊരു അദബാണ്, ഉസ്താദുമാരോടുള്ളൊരു അദബാണ്. അത് അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. കാരണം അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. അതൊക്കെ വിശാലമായൊരു വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഉസ്താദുമാര് പുതിയ തലമുറക്കൊരു മാതൃകയാണത്. നല്ലൊരു വാക്കാണ് ബഹുമാനപ്പെട്ട 4 സ്റ്റാർ പറഞ്ഞത്. അതൊരു പുതിയ തലമുറക്കൊരു മാതൃകയാണ്. അല്ലാതെ ഇപ്പൊ എന്ത് കണ്ടാലും ഇപ്പൊ നമുക്കൊക്കെ വേണമെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഫേസ്ബുക്കിൽ ആരും പിടിക്കണ്ടല്ലോ. മുസ്തഫ ഫൈസി പറഞ്ഞ മാതിരി ഫേസ്ബുക്കിന്റെ അധികൃതരെ ആരും സമസ്തയിൽ നിന്ന് പുറത്താക്കൂലല്ലോ അല്ലേ. ആരും ഫേസ്ബുക്കിന്റെ ഒരു കമന്റ് ഉണ്ടായതില്ലേ, ഫേസ്ബുക്കിന്റെ അധികൃതരെ പുറത്താക്കാത്തതിന് പ്രത്യേക നന്ദി. ആരും ഫേസ്ബുക്ക് അധികൃതരെ ആരും പുറത്താക്കൂല. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞത് ഒരു ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ, അതിൽ എന്തുടാ. ഇത് മാത്രമൊന്നല്ല, ഇതിപ്പോ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ സമസ്തന്റെ ഉസ്താദുമാരെ ചോദ്യം ചെയ്തിട്ടൊക്കെ 2 വാക്കിട്ടിട്ട് ഞാൻ വലിയ ആൾക്കാരാണ്, എന്റെ ഒരു സംഭവം കണ്ടോ ഇവരല്ലെങ്കിലും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ പൊട്ടത്തരമാണ് അവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും ഫേസ്ബുക്കിൽ എന്തുടാലോ, നേരെ കുത്തനെ ഇടാം. ഇനി ഇതൊക്കെ പാടെ മറിച്ചിടാം. ഇട്ടത് 12 മണിക്കൂർ കൊണ്ട് റിമൂവ് ചെയ്യാം, പിന്നെ വേറെ വിശദീകരണം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അതൊക്കെ അത് നിഷ്പ്രയാസം കഴിയുന്ന കാര്യമാണ്. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നാളെ കളിയിടുക, ഇന്ന് കാര്യമിടുക, മറ്റൊന്നാ കരച്ചിലിടുക, നാലാന്നാ പാട്ടിടുക, ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അതിൽ വന്നോളും. അതാണ് ഫേസ്ബുക്ക്. അതൊരു ഓപ്പൺ ബുക്കാണ്. ഒരു ഓപ്പൺ ബുക്ക്. അതിന് നിയന്ത്രണങ്ങളില്ല, അതിന് നിയമങ്ങളില്ല, അതിന് അതിർവരമ്പുകളില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും മനസ്സിലാക്കേണ്ടത് ഇടുന്നതിന് മുമ്പ് 1000 വട്ടം ചിന്തിക്കണം. ഈ ഫേസ്ബുക്കിലൊക്കെ ഒരു കാര്യട്ട അത് റിമൂവ് ചെയ്താൽ, ഡിലീറ്റ് ചെയ്താൽ അത് നഷ്ടപ്പെട്ടു പോകും. അതോടുകൂടി അതിന് പോകും. ആളുകൾ കുറെ വായിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി, ആളുകൾക്കിടയിൽ കുറെ കൺഫ്യൂഷൻ ഉണ്ടായി. 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ സമസ്തയുടെ തീരുമാനത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കി. അത് ആരും കണ്ടിട്ടില്ല, ഞാനത് ഇട്ടിട്ടില്ല എന്ന ഒരു സംവിധാനം വരുത്തുന്നതിനാണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലാണ് പോകും എന്ന് ചില ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അത് പറ്റ പൊട്ടത്തരാണ്. അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ, എന്നിട്ട് പിന്നെ വേറെ ഇടുക. അപ്പോ ആദ്യത്തത് ഇല്ലാതെയായി എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാണത്. അങ്ങനെയല്ല സംഭവം. അതൊക്കെ ഫേസ്ബുക്കിൽ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ പല സ്ഥലങ്ങളിലും അത് ഉണ്ടാകും എന്ന് ചിന്തിക്കണം. ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റേതൊക്കെ നമ്മൾ ഈ കണ്ണടച്ച് പാല് കുടിക്കണ മാതിരിയാണ്. കണ്ണടച്ച് വളരെ ശക്തമായ ഭാഷയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കളെ കണ്ട് വിമർശിക്കുക, വളരെ ശക്തമായ ഭാഷയിൽ. എന്നിട്ട് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്താൽ അത് പോവോ? കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാണത്. ഡിലീറ്റ് ചെയ്ത് പുതിയ ഒന്നിട്ടാൽ അതാരും ഞാൻ ഇട്ടതാരും അറിഞ്ഞിട്ടില്ല, എന്നാൽ ആളുകളൊക്കെ വായിച്ചു. തെളിവ് ചോദിക്കുമ്പോൾ ആരും ഞാൻ ഉണ്ടാവൂല, കാരണം ഞാൻ ഡിലീറ്റ് ചെയ്തല്ലോ എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ വങ്കത്തരമാണ് എന്ന് വളരെ സൗഹൃദപരമായ ഒരു സൂചന മാത്രമാണ് ഇതുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കാനുള്ളത്. അതൊക്കെ ഇടുന്നതിന് മുമ്പാണ് ചിന്തിക്കേണ്ടത്, ഇടുന്നതിന് മുമ്പ് ആലോചിക്കണം. ഇടുന്ന ഏത് തിരിയും അനാവശ്യമായി കത്തിച്ചാൽ അത് വെളിച്ചമാണുണ്ടാകുക. വെളിച്ചം എപ്പോഴും അത് ഇരുളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് അനാവശ്യ തിരികളൊക്കെ എപ്പോഴും അണച്ചു വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുകൂടി ഉണർത്തി നമുക്ക് ഇന്ന് വളരെ വിശാലമായ ഒരു ക്ലാസ് എടുത്തു തന്ന് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ വിശ്വാസം ബഹുമാനിക്കാനൊക്കെ വിളക്ക് കത്തിക്കാം, ആളുകളെ തീ കത്തിച്ച് ബഹുമാനിക്കാം എന്നൊക്കെ അബദ്ധ ജടിലമായ പരിശുദ്ധ ദീനിൽ ഹറാമായി വളരെ നിഷിദ്ധമായി കാണുന്ന കാര്യങ്ങളൊക്കെ
അതൊക്കെ പുണ്യവാളന്മാരായ പൂർവികരായ വലിയ ആത്മീയാചാര്യന്മാരുടെയൊക്കെ പേരിൽ കെട്ടിവെച്ചുകൊണ്ട് തങ്ങളുടേതായ വിശ്വാസങ്ങളെ ആളുകൾക്ക് മുമ്പിൽ അബദ്ധങ്ങളെ അത് പൂർവികരുടെ വിശ്വാസമാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന അവർക്കൊക്കെ ശക്തമായ രൂപത്തിലുള്ള ചിന്തിക്കാൻ ഉതകുന്ന രൂപത്തിൽ എല്ലാവരും നമ്മൾ പറയുന്നത് എല്ലാവരും അവർ ചിന്തിച്ച് അവർ ഒക്കെ പുറത്തു പോകണമെന്നല്ല, അതൊക്കെ ചിന്തിച്ച് തിരുത്താൻ മാത്രം വിശാലമായ ഒരു അറിവ് അവർക്കൊക്കെ ഇതിൽ നിന്ന് ലഭ്യമായി കാര്യങ്ങളൊക്കെ യഥാവിധി മനസ്സിലാക്കി എല്ലാ ഫേസ്ബുക്ക് മുഷാവറ അംഗങ്ങളും അതുപോലെ തന്നെ വാട്സപ്പ് മുഷാവറ അംഗങ്ങളും മുഫ്തിമാരും ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ കാര്യങ്ങളോട് നല്ല രീതിയിൽ പ്രതികരിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് അള്ളാഹു അതിനുള്ള തൗഫീഖിനെ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. കാരണം ഇതിൽ ചർച്ചയ്ക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാക്കാം, ഇനിയും വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ചർച്ചയ്ക്ക് അവസരങ്ങൾ ഉണ്ടാക്കാം. ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് ഏത് സമയത്തും ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് അതിന് തയ്യാറുമാണ്. അതുകൊണ്ട് ആരും അബദ്ധപരമായ ഒരു ചർച്ച, ഞാൻ പിടിച്ച മുഴലിന് 3 കൊമ്പ് എന്ന നിലയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാതെ എന്റെ കയ്യിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുക, തെറ്റ് സംഭവിച്ചവരെ സമ്മതിക്കുക. എന്തത്ര വലിയ പ്രശ്നം? ദീനല്ലേ? അഭിപ്രായം നമ്മൾ മനസ്സിലാക്കിയ തെറ്റാണെങ്കിൽ അത് കൃത്യമായ വിശദീകരണങ്ങൾ ഈ പറയുന്ന ആൾക്കാർ, ഞാനിതിൽ നമ്മളെപ്പറ്റി നിഷ്പക്ഷപരമായ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തിയ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഒരു സംവാദപരമായ രൂപത്തിലൊക്കെ സംസാരിക്കാറുണ്ട് ചിലപ്പോൾ. പക്ഷേ എപ്പോഴും അതിന് മറുപടി പറയുമ്പോൾ ഞാൻ കണ്ട ഒരു ഗുണം, ഇപ്പൊ ഈ ഫേസ്ബുക്കിലും മറ്റേ ഫേസ്ബുക്ക് മുഷാവറാംഗങ്ങളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് മുഫ്തികളും ഒക്കെ നടത്തുന്നത് പോലെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറയുന്നതിന് വിരുദ്ധമായി ഇമാമുകൾ എന്ത് പറഞ്ഞു, പൂർവികരായ നമ്മുടെ നേതാക്കന്മാരെന്ത് പറഞ്ഞു, എന്താണ് നക്കല്, നമ്മുടെ സ്വന്തം അക്കലാണോ പ്രധാനം അതോ മഹാന്മാരുടെ നക്കലിനാണോ പ്രധാനം എന്ന് കൃത്യമായി അവരെന്ത് പറഞ്ഞു എന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് ഈ മറുപടികളൊക്കെ ഉണ്ടാവാറ്. അത് ഒരു വലിയ മഹത്വം തന്നെയാണ്. ഞാനൊക്കെ സംസാരിക്കുമ്പോൾ ഞാനങ്ങോട്ട് കണ്ടത് പറയാണല്ലോ ഇല്ല, എന്നെപ്പോലെ തന്നെ തലയിക്കെട്ട് കെട്ടിയ മൂല്യന്മാരൊക്കെ വലിയ ഡിഗ്രികളൊക്കെ ഉള്ള ആളുകളൊക്കെ എന്നെപ്പോലെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പൊ അതൊക്കെ ഉസ്താദുമാരെ പോലെ MT അബൂബക്കർ ദാരിമി ഉസ്താദിനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് പോലെ അവരൊക്കെ കിതാബിന്റെ നക്കലുകളൊക്കെ ഉദ്ധരിച്ച് കൃത്യമായ ദലീലുകളൊക്കെ പറഞ്ഞ് ഹദീസും അതുപോലെ തന്നെ ഇമാമുമാരെന്ത് പറഞ്ഞു, ഖുർആനിൽ എന്ത് പറഞ്ഞു, പരിശുദ്ധ ഹദീസിൽ എന്ത് പറഞ്ഞു, അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഇമാമുകൾ എന്ത് പറഞ്ഞു, ഇതൊന്നും ഇന്നലെയുണ്ടായ കാര്യങ്ങളല്ല. ഇതിനെക്കുറിച്ചൊക്കെ പൂർവിക ഓണാഘോഷത്തെക്കുറിച്ച് പോലും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഒക്കെ ഇബ്നു ഹജർ ഹൈതമി തങ്ങളോട് ചോദിച്ചത് മഹാനായ MT അബൂബക്കർ ദാരിമി ഉസ്താദ് വിശദീകരിക്കുമ്പോൾ കിതാബുകളുടെ കൃത്യമായ വിശദീകരണങ്ങൾ നൽകുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോവുകയാണ്. ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒന്നും ചർച്ച ചെയ്യാതിരുന്നിട്ടില്ല. നമ്മളൊന്ന് കിതാബ് എടുത്ത് മറിക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ഒരു പുതിയ ഇജ്തിഹാദിനും ഒരു പുതിയ ഗവേഷകർക്കും ഇവിടെ സ്ഥാനമില്ല. അതൊക്കെ പുതിയ ഗവേഷണ പടുക്കളായൊക്കെ രംഗത്ത് വരുമ്പോൾ അതൊക്കെ അല്പത്തമാണ് എന്ന് മാത്രം മനസ്സിലാക്കി കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി സത്യത്തിന്റെ പാന്താവിനോട് കൂടെ തന്നെ നിൽക്കാൻ തയ്യാറാവണം എന്ന് എല്ലാവരോടും ഉണർത്തി ഇൻഷാ അല്ലാഹ് 1000 പ്രാർത്ഥനകൾ നമുക്കതാ ചെയ്യാൻ കഴിയുക. അഭിവാദ്യങ്ങളും നന്ദികളും രേഖപ്പെടുത്തുന്നതിനേക്കാൾ എല്ലാ പാതിരാത്രിയും അനവധി തിരക്കുകൾ, ഒരു മഹല്ലത്തിന്റെ കാളിയും അവിടുത്തെ 5 വക്തുകൾ നിസ്കാരങ്ങൾക്കുള്ള ഇമാമും ആ നാട്ടിലെ എല്ലാ നേതൃത്വവും ഒക്കെ നൽകുന്നതോടുകൂടെ ദർസും കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളോട് കൂടെ നിൽക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.